കർത്താവിന്റെ ദാസനെ വേഗത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ പരിചയപ്പെടുത്തി തുടർന്നുള്ള സമയത്തെ ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. In a couple of words, I would like to introduce the pastor and then would like to invite him for the rest of the ministry. ഇന്നലെ ഉച്ച കഴിഞ്ഞ സമയത്താണ് അദ്ദേഹത്തെ റോബിൻസ് ബ്രദറിന്റെ ഭവനത്തിൽ നിന്ന് കൂട്ടി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. ആ സമയം മുതലാണ് നേരിട്ട് അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞത്. From last afternoon onwards, we have been together with him. We received him from Brother Robinson's house and took to our home. കർത്താവിന്റെ ദാസൻ ഡോക്ടർ PG വർഗീസിന്റെ മകൻ ബ്ലസൻ വർഗീസ് അദ്ദേഹത്തിന്റെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹം വഴിയാണ് എനിക്ക് ഈ കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അടലയിലുള്ളതായ മാക്സ് എന്ന പ്രിയപ്പെട്ടവനും ആ നിലയിൽ കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാനും ഈ മീറ്റിംഗിലേക്ക് നമുക്ക് ക്ഷണിപ്പാനും ഇടയായി തീർന്നു. It was through Blessing Verghese, who is the son of Pastor PG Verghese, and as well as Brother Max in Adelaide, we got to know Pastor Shaji. കർത്താവിന്റെ ദാസൻ ബാംഗ്ലൂരിന്റെ ദേശത്ത് രഹാബോത്ത് AG ചർച്ചിനുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. The servant of the Lord is pastoring a church in Bangalore. It's called Rehoboth AG Church. കർത്താവിന്റെ വേലയിൽ ദീർഘനാളുകളായി ദൈവം അയക്കുന്ന സ്ഥാനത്തൊക്കെയും വിവിധ രാജ്യങ്ങൾ കടന്നുപോയി കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് തന്റെ അഭിഷേകത്തിനെ ബലപ്പെടുത്തുവാനിടയായി. The Lord has enabled go out to many nations and stand as a testimony of the Lord with his word. ഇത് രാത്രിയിലും തുടർന്നുള്ള സമയങ്ങളും കർത്താവിന്റെ ദാസൻ നമ്മോട് കൂടെ ആയിരിക്കുന്നത് നിശ്ചയമായി നമുക്കൊരു അനുഗ്രഹമായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. I have no doubt that rest of the time that we have together with the servant of the Lord will be a great blessing for each of us. ഇന്ന് പകൽക്കാലം ഈ ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആലോചന വ്യക്തിപരമായി സഭയോടുള്ളത്, അതേ ഈ ദേശത്തോടുള്ളത്, വ്യക്തിപരമായിട്ടൊക്കെ ഉള്ളത് കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. This morning the Lord enabled us to sit together in the presence of the Lord and pray, and we were able to hear the Lord's word very specifically towards the church as well as very personal messages from the Lord. പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ തുടർന്നുള്ള സമയം ദൈവത്തിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവദിന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. Prayerfully with a prepared mind, let us be in the presence of the Lord. We invite the servant of the Lord to. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory to the name of our God. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Greetings to everyone in the name of our Lord Jesus Christ. വിശേഷാൽ 3 ദിവസത്തെ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഹാലേലിയ റോയ് സാമുൽ പാസ്റ്റർ ദൈവസഭ പ്രത്യേകം നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. Especially the distinguished servant of the Lord, Pastor Roy Samuel, and the church that has invited me for this 3-day meeting. എല്ലാ ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord for every way in which the Lord is leading us. ട്രാൻസ്ലേഷനോട് ഉണ്ടായതുകൊണ്ട് കുറച്ച് സമയം കാണത്തുള്ളല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എന്നെ ഏൽപ്പിച്ച ഒരു ദൈവിക ദൂതിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. So I'm trusting in the Lord to go to the word that the Lord has given us for this evening. 2 വാക്യങ്ങൾ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം 22 മുതൽ 25 വരെയും ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 15 വാക്യവും. So Acts of Apostles chapter 27 verse 22 to 25 and Genesis chapter 28:15. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യപ്പെട്ടിരിപ്പീൻ, ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 22ാമത്തെ വാക്യമാണെന്ന് ശുശ്രൂഷിക്കുന്നത്. വേണ്ടവർ അണ്ടർലൈൻ ചെയ്തോണം. Let us underline that verse 22 today. We're going to minister from that. Hallelujah. ഉൽപ്പത്തി പുസ്തകം 28:15 Genesis chapter 28 verse 15 as well. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. 28-15 വാക്യത്തിന്റെ സെക്കൻഡ് ഹാഫിലാണ് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. വേണമെങ്കിൽ അതും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഈ 2 വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് ചില ദൂതുകൾ നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ശരണപ്പെടുക.
വാക്യം The second part of the verse 15 in chapter 28 says that, "For I will not leave you until I've done with what I have promised you." Let's underline that verse as well. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജിന് ഒരു ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, പ്രോസസ്സും പ്രോമിസും. If we give a title for this message tonight, I will say process and the promise. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും ചേർന്നെന്ന് പറയാം, ഒരു പ്രോമിസും പ്രോസസ്സും. We say together that there is a promise as well as a process. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്ത് പറയാമോ, പ്രോമിസും പ്രോസസ്സും. Can we shake hands with the neighbors and say that there's a promise and a process? ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളോട് ഒരു പ്രോമിസ് പറഞ്ഞാൽ If God gives us a promise, അതിന്റെ പിന്നിൽ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. there is a process, underlying process. പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, But what's special about my God? പ്രോമിസ് മാത്രമേ പറയത്തുള്ളൂ, പ്രോസസ് പറയത്തില്ല. He only mentions the promise. He do not describe the process. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ പ്രത്യേകത പ്രോമിസ് മാത്രമേ പറയത്തുള്ളൂ, പ്രോസസ് പറയത്തില്ല. The characteristic of our God is that He only reveals the promise, not the process. പക്ഷെ പ്രോസസ്സിനകത്ത് നീ വിശ്വസ്തനായിരുന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ പ്രോമിസ് ലാൻഡിൽ കയറ്റും. But in that process, if you remain faithful, in the right time, the Lord will make you enter into the promised land. ഈ പ്രോസസ്സിനകത്ത് നിനക്ക് പിറുപിറുക്കാൻ അവകാശമില്ല. You have no right to murmur inside the process. പ്രോസസ്സിനകത്ത് നിനക്ക് കുറ്റം പറയാൻ അവകാശമില്ല. You have no right to say anything wrong about it. പ്രോസസ്സിനകത്ത് നിനക്ക് സഭ മാറാൻ അവകാശമില്ല. You have no right to change your church. ചിലര് വലിയ സ്ട്രഗിളിൽ കൂടെ പോകുമ്പോ വിചാരിക്കത്തില്ല, എല്ലാം ഈ സഭയെ നിൽക്കുന്നുണ്ടായിരിക്കും, ഈ പ്രശ്നം ഒന്ന് അടുത്ത സഭയിലോട്ട് പോയി കളയാം. കുഞ്ഞെ, നീ പ്രോസസ്സിലാ. എത്ര സഭ ചാടിയാലും ഒരു പ്രയോജനവുമില്ല. നീ നിൽക്കുന്നിടത്ത് തന്നെ വിശ്വസ്തയോടെ നിൽക്ക്. തക്ക സമയത്ത് ദൈവം നിന്നെ പ്രോമിസ് ലാൻഡിൽ കയറ്റും. Some people think that because I am in this church, I'm going through this problem, it may be better if I change my church. I want to tell you, no, my dear children of God, if you are in the promise, if you will, it will not change by changing churches. In the right time, the Lord will take you to the promise. ദൈവം അനുവദിക്കുന്ന പ്രോസസ്സുകളെല്ലാം അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്ന ടെസ്റ്റുകളെല്ലാം നിന്നെ ഒരു പ്രൊമോഷനിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. Every single process or every single trial that the Lord has permitted will take you to a promotion. നിന്റെ ലൈഫിനകത്ത് ഹല്ലേലൂയ ദൈവം നിന്നെ ചിലത് പഠിപ്പിക്കുവാൻ, നിന്നെ ചില പ്രാർത്ഥനയിൽ ഇരുത്തുവാൻ വേണ്ടിയാ ചില പ്രോസസ്സുകൾ. The Lord is taking you through certain processes to teach you something so that you may be seated in prayer in the presence of the Lord. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാ. If you ask me, I'll tell you, I come from an Orthodox background. അപ്പം ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പം ആദ്യത്തെ 2-3 വർഷം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാലപ്പടക്കം പോലെ വിടുതലുകളാ. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. So when I came into the faith, like bursting of crackers, I used to have all kind of deliverances in my first few years. അപ്പൊ ചിലർക്കും അങ്ങനെ ആയിരിക്കാം. നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരും. So it may be likewise for many of us. When we come into the faith life, whatever we ask of the Lord gives everything that we need. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ പെട്ടെന്ന് മറുപടി കിട്ടും. So whatever we pray for, we get quick answers. നമുക്കും ഭയങ്കര സന്തോഷമാണ് ചർച്ചിൽ പോകാനാ, കൂട്ടായ്മയ്ക്ക് പോകാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. And we are also enthused about going to churches, going for meetings. എന്നാൽ 2-3 വർഷം കഴിയുമ്പോൾ But after a couple of years, ഹല്ലേലൂയ നമ്മളെ ചില പ്രോസസ്സിലൂടെ ദൈവം കടത്തിവിടും. the Lord will lead us through certain processes. ഈ കഴിഞ്ഞ 2-3 വർഷം പ്രാർത്ഥിച്ചതുപോലെ പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടുന്നില്ല. We may not be getting quick answers as it was in the first couple of years. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. It may not be happening as we desired. എന്തിനാണെന്ന് ചോദിച്ചാൽ നിന്നെ ആത്മീകമായി പണിയുന്ന സമയങ്ങളാത്. Why this is? Because these are the times of your spiritual building. അന്ന് നിനക്കത് മനസ്സിലാകത്തില്ല. You may not be able to understand പക്ഷെ that. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമുക്കറിയത്തില്ലേ, കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥന, കഴിഞ്ഞ നാളുകളിൽ ഇരുന്ന് ഉപവാസമല്ലേ, ഏത് മഴയും കാറ്റും കോളും വന്നിട്ടും ഇന്നും ഈ ആത്മീക ജീവിതത്തിൽ നമ്മളെ ഉറപ്പോടെ നിർത്തിയിരിക്കുന്നത്. But when you turn back and see, it is the prayers, it is the faith life of the past that helped us to stand firm even in the midst of thunderstorms. ചില സ്ട്രഗിൾ വരാൻ തുടങ്ങിയത് എപ്പോഴല്ലേ നമ്മൾ ഉപവസിക്കാൻ തുടങ്ങിയത്? Oh, whenever we had some problem, that's the time when we started fasting. ചില പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴല്ലേ ഇച്ചിരി സമയം കൂടെ പ്രാർത്ഥിക്കാൻ അധികം ഇരിക്കാൻ തുടങ്ങിയത്? In the midst of certain conflicts, we started spending more time in prayer. ഇച്ചിരി കൂടെ സമയം അധികം ഇരിക്കാൻ തുടങ്ങിയപ്പോഴല്ലയോ ദൈവത്തെ യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്? When we
എന്തിനാണെന്നറിയാമോ? പത്രോസിന്റെ ഭാഷയിൽ പറയുന്നത് പോലെ എന്നും പാല് കുടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കട്ടിയായ ആത്മീയ ആഹാരം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് ഈ ചില പ്രോസസ്സുകൾ. Why is it so? In the words of Peter, it is not that always we should drink milk. The Lord wants to give us certain solid food. For that purpose, there is a process. ഹല്ലേലൂയ. നമ്മൾ കേട്ടു കൊറോണ വന്നപ്പോ അനേകർ പിന്മാറ്റത്തിൽ പോയി, അനേകർ പുറകോട്ട് പോയെന്ന്. എന്താ ഞാനും നിങ്ങളും ഇന്നും നിൽക്കുന്നത്? ഹല്ലേലൂയ. ചില ആത്മീകമായ ചില അടിസ്ഥാനങ്ങൾ ദൈവം ഇട്ടത് കൊണ്ടല്ലേ, ഒരു ഉറപ്പുള്ള ഫൗണ്ടേഷൻ ദൈവം നമുക്ക് ഇട്ടത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രിയും ഇതിനകത്തിരിക്കുന്നത്. We have heard that when the COVID pandemic was there, many people backslided. But why we are still here? Because the Lord had laid certain spiritual foundations. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ചില പ്രോസസ്സുകൾ നമ്മളെ ഹല്ലേലൂയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. Certain processes will surely lead us to a blessing. ഇന്ന് രാത്രികാലം ദൈവാത്മാവനോട് പറയുന്നു, ചില കുടുംബങ്ങളോട് ആത്മാവിൽ പ്രവചിക്കാൻ പറയുന്നു, ചില പ്രോസസ്സുകൾ കഴിഞ്ഞു, നിങ്ങൾ പ്രോമിസ് ലാൻഡിൽ കയറാൻ സമയമായി. Spirit is telling me that, oh, proclaim in the spirit as a prophecy to certain families. Certain processes are over. Now it's time for you to enter into the promise. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്ക് ഹല്ലേലൂയ ചിലപ്പോൾ 2 വർഷമായിരിക്കും, ചിലർക്ക് 3 വർഷമായിരിക്കും, ചിലർക്ക് 5 വർഷമായിരിക്കും, ചിലർ 1 വർഷമായിരിക്കും. ചില ക്രൈസിസിൽ കൂടെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ഇന്ന് രാത്രിയിൽ ആത്മാ പറയുന്നു, ചില പ്രോസസ് കാലം കഴിഞ്ഞു, ഒരു ദൈവപ്രവൃത്തിക്ക് സമയമായെന്ന്. Or you may be going through certain crisis. It may be 1 year, 2 years, 3 years, 5 years. Oh, certain processes you are going through. Now the time is very close that you will enter into the promise. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ദൈവം ഒരു പ്രോമിസ് നമ്മളോട് പറഞ്ഞാൽ, If the Lord has given us a promise, നമ്മുടെ പ്രസന്റ് കണ്ടീഷനുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. it ദൂതന് may not be anywhere related to our present state. ഹല്ലേലൂയ. പ്രസന്റ് കണ്ടീഷൻ ചിലപ്പോൾ രോഗമായിരിക്കും, In our present condition, we may be sick. പ്രസന്റ് കണ്ടീഷൻ ചിലപ്പോൾ കടഭാരമായിരിക്കും, We may be burdened with the debts. പ്രസന്റ് കണ്ടീഷൻ വലിയ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യമായിരിക്കും. We may be going through several struggles. പക്ഷേ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, But what is unique about my നിന്റെ God? പ്രസന്റ് കണ്ടീഷൻ നോക്കി ദൂത് പറയുന്നവനല്ല ദൈവം. He- ഹല്ലേലൂയ. ദൈവം എപ്പോഴും അവന്റെ മഹത്വത്തിനനുസരിച്ച് ദൈവിക ആലോചന പറയത്തുള്ളൂ. He doesn't give you the word of promise according to your present condition. Rather, he looks at his own glory and gives his counsel to you. അബ്രഹാമിനെ കൽദേരുടെ ഊരിൽ നിന്ന് അല്ലെങ്കിൽ മെസൊപ്പൊത്താമിയയിൽ നിന്ന് ദൈവം വിളിക്കുമ്പോൾ, When God was calling Abraham from the land of Chaldeans in Mesopotamia, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ഈ മനുഷ്യനെ ദൈവം വിളിക്കുന്നത്. it is in chapter 12 of Genesis we see that God is calling this man. അവിടെ എന്റെ ബൈബിൾ പറയുന്നു, തേജോമയനായ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നെന്ന്. Oh, we see that the Almighty God came down for him. God of glory മഹത്വമായി അവന് വേണ്ടി ഇറങ്ങി വന്നെന്ന്. Oh, the Lord of glory came down ഇറങ്ങി for വന്നിട്ട് him. അവനോട് പറയുന്ന ഒരു ദൂത് ഇതാണ്. And he came and gave him this word. ഉൽപ്പത്തി 12:1-2-3 ഞാൻ നിന്നെ അനുഗ്രഹിക്കും. Genesis chapter 12 verse 1, 2, 3 he Palga- says, I'll bless you. ഹല്ലേലൂയ. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. I will increase you. ഹല്ലേലൂയ. ഞാൻ നിന്റെ പേർ വലുതാക്കും. I will make your name great. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. I will make you the father of several nations. ഹല്ലേലൂയ. അബ്രഹാമേ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിറ്റോണ്ടിരുന്ന ഹോൾസെയിൽ ഡീലർ ആയിരുന്നു അബ്രഹാം. Abraham was a wholesale dealer making idols and selling it. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവനും വിൽക്കുന്നവനും ശപിക്കപ്പെട്ടവൻ ബൈബിൾ പറയുന്നത്. The Bible says that the one who makes the idols and sells it is a cursed one. ശപിക്കപ്പെട്ട തകർക്കപ്പെട്ട കുടുംബത്തിനകത്തുനിന്ന് ഒരുവനെ പൊക്കിയെടുത്തിട്ട് ദൈവം പറയാ, ഞാൻ നിന്നെ ബ്ലസ് ചെയ്യും. From a cursed home, a family, someone was elevated and ഞാൻ- God says, I'll bless you. ഞാൻ നിന്റെ പേർ വലുതാക്കും. I'll make your name great. ഇതൊന്നുമല്ല, എന്നെ ചിന്തിപ്പിച്ച ഒരു പദം അതിനകത്ത് കിടപ്പുണ്ട്. There is one phrase that really made me think. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. I will make you the father of several nations. എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ഒരു രാജ്യമാക്കി മാറ്റുമെന്ന്. I'm going to make you a nation. ഞാൻ നിന്നെ ഒരു രാജ്യമാക്കി മാറ്റുമെന്ന്. I'm going to make you a nation. എന്റെ ഒരു ചിന്ത പറയാം, ബൈബിളിൽ തപ്പിയാൽ ചിലപ്പോ കിട്ടത്തില്ല. എന്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് I പറയാം. want to share a thought of mine. You may not find it in the എന്റെ Bible. പ്രാർത്ഥനാ റൂമിൽ തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. This is the thought that the Lord gave me in my prayer room. അബ്രഹാമിന്റെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞെന്നിരിക്കട്ടെ. Maybe Abraham was married at the age of 25. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് 75-ാമത്തെ വയസ്സിലാണ്. The Lord called him at the age of 75.
നീണ്ട 50 വർഷമായി സാറായെ കല്യാണം കഴിച്ചിട്ട് For the last 50 years, he's married to Sarah. 50 വർഷമായിട്ട് തലമുറയില്ലാത്ത ഒരു കുടുംബത്തെ നോക്കിയിട്ടാണ് ദൈവം പറയുന്നത്, നിനക്ക് ഒരു തലമുറയെ തരുമെന്നല്ല, 2 തലമുറയെ തരുമെന്നല്ല, 3 തരുമെന്നല്ല, നിന്നെ ഞാൻ ഒരു രാജ്യമാക്കി മാറ്റും. For the last 50 years, there was no single offspring in that family. To that family, the Lord looks and says, I'm not going to give you one child. I'm not going to give you 2 children. I'm going to make you a nation. ഞാൻ നിന്നെ ഒരു രാജ്യമാക്കി മാറ്റും. I'm going to make you a nation. ഇങ്ങനെ ദൈവം ദൂത് പറയത്തുള്ളൂ. Only like this, only the Lord gives his word. ഇങ്ങനെ ദൈവത്തിന് പറയാൻ അറിയത്തുള്ളൂ. Lord knows only such way to speak. നീ വിചാരിക്കും നിന്റെ സാഹചര്യം ഒന്നും ദൈവം പറയുന്നില്ലല്ലോ എന്ന്. Oh, you may be thinking that the Lord is not aware of your circumstances. മോനെ, നീ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ നിന്റെ പ്രസന്റ് സാഹചര്യം മാറും, പക്ഷെ നിന്റെ ഡെസ്റ്റിനിയാണ് എനിക്ക് വിഷയം. Oh, when you are in the presence of the Lord, your present condition will surely change, but your destiny is that matters to me. നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. I have a plan concerning you. നിന്നെ ആ ഡെസ്റ്റിനിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ പദ്ധതി. My plan is that I will take you to that destiny. ഡെസ്റ്റിനിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ദൂതെ ഞാൻ കൈമാറത്തുള്ളൂ. Only such a counsel will I give you that takes you to the destiny. അബ്രഹാമേ, നിന്നെ കുറിച്ച് എനിക്ക് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. I have several plans concerning you, Abraham. നിന്റെ ഡെസ്റ്റിനി നിന്നെ ഒരു രാജ്യമാക്കാനാ. Your destiny is that you should become a nation. ഹല്ലേലൂയ. നിന്നെ വലിയൊരു ദൈവ പദ്ധതിക്ക് വേണ്ടി കണ്ടിരിക്കുകയാ. God has called you for a great godly divine plan. അതാണ് എന്റെ പ്ലാന്. That is God's plan. ഇന്ന് പകലും ഇവിടെ കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. Children are here today. ഇവരെ കുറിച്ച് വലിയ പദ്ധതികളും ഉദ്ദേശങ്ങളും ദൈവത്തിനുണ്ട്. The Lord has a great plan concerning each of you. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതമാകട്ടെ. Let your decisions be according to the will of God. എന്ന് പെട്ടെന്ന് ഒരു ദൂത് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. The Holy Spirit is giving one counsel ഞാൻ now. തലേ കൈവച്ചില്ലെങ്കിലും നിങ്ങളോടാണ് ദൂതെങ്കിൽ ഏറ്റെടുത്തോണം. ഈ വചനവുമായി ബന്ധമില്ലാത്തതാ, പക്ഷെ ഒരു ദൂത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയും. Even though I'm not laying my hands on you, you receive it. ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിലിരിക്കുക. Elijah was sitting under the juniper tree. ആ ഒരു ശബ്ദം കേട്ടിട്ടാ വന്നിരിക്കുന്നത്. He had heard a voice and he had come there. നാളെ നിന്നെ ഞാൻ കൊടിച്ചിപ്പട്ടികൾ കിട്ടുകൊടുക്കും. I will throw you into the dogs. That's what the message was. ഭയത്തോടെ ചൂരച്ചെടിയുടെ കീഴിൽ വന്നിരുന്നിട്ട് With fear and trembling, he was there under the juniper. ഈ മനുഷ്യൻ പറയുന്ന ഒരു പദമുണ്ട്. He was saying something. ഹല്ലേലൂയ. എനിക്ക് മരിച്ചാ മതി. I just want to die. എനിക്ക് മരിച്ചാ മതി. Just want to ഞാൻ die. എന്റെ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനല്ല. I'm greater than my father. എനിക്കിനി മുന്നോട്ട് പോകണ്ട. I do not want to go ahead. എനിക്കിനി ശുശ്രൂഷ വേണ്ട. I do not need any ministry എനിക്ക് anymore. സകലതും മതി. Enough. ഹല്ലേലൂയ. ദൈവം വലിയൊരു പദ്ധതി അവന് വേണ്ടി വെച്ചിരിക്കുക. God has a great plan concerning him. ഇനിമയമായ രഥങ്ങളിൽ എടുക്കുവാനാണ് ദൈവം വെച്ചിരിക്കുന്ന God has പദ്ധതി. intended to take him up to heaven in chariots of fire. ചിലരെ അഭിഷേകം ചെയ്യാൻ അവന്റെ തോളിൽ കിടക്കുന്ന പുതപ്പ് വീഴണോ? His cloak should fall upon certain people to be anointed. ഇതെല്ലാം കിടക്കുമ്പോൾ ഇവൻ പറയാ മതിയെന്ന്. Even while all these plans are waiting, he is saying it's enough. നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതികളുള്ളപ്പോൾ ആരാ പറയുന്ന മതിയെന്ന്? When God has certain great plans concerning you, why are you saying enough? ദൂതൻ വന്ന് ചോദിക്കുന്ന ഒരു പദമുണ്ട് അവിടെ. The angel comes and asks one question. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്താ കാര്യം? Elijah, what are you doing here? നിനക്ക് ഇവിടെ എന്താ കാര്യം? What are you up to here? അർത്ഥം ഇത്രേ ഉള്ളൂ. The meaning is this. ഏലിയാവ് നിൽക്കുന്നത് ഒരു റോങ് പ്ലേസിലാ. Elijah was standing in the wrong place. റോങ് പ്ലേസിൽ നിന്നാൽ റോങ് ഡിസിഷൻ എടുക്കും. If you stand in the wrong place, you'll take the wrong decision. റോങ് ഡിസിഷൻ നിന്നെ റോങ് ഡെസ്റ്റിനിയിൽ The എത്തിക്കും. wrong decisions will take you to the wrong നീ destiny. റൈറ്റ് പ്ലേസിൽ നിന്നാൽ If you were in the right place, നിന്റെ ഡിസിഷൻ റൈറ്റ് ആയിരിക്കും. decisions will be right. നിന്നെ അത് റൈറ്റ് ഡെസ്റ്റിനിയിൽ എത്തിക്കും. Take you to the right ഇന്ന് destiny. രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, Holy Spirit is telling നീ someone, എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആകട്ടെ. let your decisions be the correct one. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. I want to tell you ഒരു again. കുടുംബത്തിൽ മാതാവാകട്ടെ പിതാവാകട്ടെ അല്ലെങ്കിൽ മക്കളാകട്ടെ ഒരു ഡിസിഷൻ എടുത്താൽ When a father or a mother or the children take decision in a family, ഇതൊരു നല്ല ഡിസിഷൻ ആണെങ്കിൽ if it is a good decision, അതിന്റെ അനുഗ്രഹം ആ കുടുംബം മുഴുവൻ the അനുഭവിക്കും. whole family will experience a blessing. അതേസമയം ഒരു റോങ് ഡിസിഷൻ ആണെങ്കിൽ But if it is a wrong അത് decision, മാതാവെടുത്താലും പിതാവെടുത്താലും സഹോദരങ്ങൾ എടുത്താലും കുഞ്ഞുങ്ങൾ എടുത്താലും whether it's the father or the mother or the brothers or what the children will take this decision, കുടുംബം മുഴുവൻ അതിന്റെ സകല അനുഭവിക്കും. the whole family will suffer because of that. ഏലിയാവേ, നീ ചൂരച്ചെടിയുടെ കീഴിൽ നിൽക്കുന്ന കാലത്തോളം നിന്റെ ചിന്ത മരിക്കണമെന്നാ. Oh, Elijah, as long as you are under the juniper tree, all your thoughts is that you should die. കാരണം നീ നിൽക്കുന്നത് റോങ് പ്ലേസിലാ. Because you're standing in the wrong നീ place. നിൽക്കുന്ന ഈ റോങ് പ്ലേസിൽ നിനക്ക് റോങ് ഡിസിഷനെ വരത്തുള്ളൂ. The wrong place, if you stand
You will only get wrong ഈ decisions. റോങ് ഡിസിഷൻ നിന്നെ റോങ് ഡെസ്റ്റിനിയിൽ These എത്തിക്കത്തുള്ളൂ. wrong decisions are going to take you to എന്നാൽ the നീ wrong destiny. അതുകൊണ്ടാ ദൂതൻ ചോദിക്കുന്നത്, നിനക്ക് ഇവിടെ എന്താ കാര്യം? That is why the angel is asking, what നിനക്ക് is the matter for നിനക്ക് you ഇവിടെ എന്താ here? കാര്യം? എഴുന്നേൽക്ക്. Why you get up? ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കട്ടെ എന്ന് ആത്മാവ് ആലോചന അറിയിക്കുന്നു. The Holy Spirit is giving the counsel that certain families may pray in the presence of the Lord before taking അത് decisions. ജോലിയുടെ കാര്യമായിരിക്കാം, മറ്റു ബിസിനസ് ആയിരിക്കാം, എന്തോ ആയാലും ദൈവസന്നിധിയിൽ കറക്റ്റ് ഡിസിഷൻ എടുക്കട്ടെ. Whether it be your job, whether it be your business, whatever decisions you take, it should be the correct decision in the presence of the Lord. എന്നാൽ ഇവിടുന്ന് അവൻ മാറിക്കഴിഞ്ഞാൽ But as he moves from here, ഇവനൊരു നിയോഗം വരും, ഈ പുതപ്പ് ഏലിയാശയുടെ മേലിടണമെന്ന്. he will guidance that he should put this cloak upon Elisha. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്നിടത്തോളം അത് വരത്തില്ല. As long as he is there, he will not get that guidance. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ചില റൈറ്റ് ഡിസിഷനുകൾ എടുക്കട്ടെ. Oh, in this some of us take the right. ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഡിസിഷനുകൾ എടുക്കട്ടെ. You may take decisions that you may be fruitful unto the ദൈവ Lord. സഭയ്ക്ക് പ്രയോജനമാകുന്ന ഡിസിഷനുകൾ You may എടുക്കട്ടെ. be useful for the church of God. കുടുംബത്തിന് അനുഗ്രഹമാകുന്ന ഡിസിഷനുകൾ Your എടുക്കട്ടെ. decisions may be a blessing for your വിശ്വസിക്കുന്നവർ family. കരങ്ങൾ ആടിച്ചൊന്ന് ദൈവത്തെ Those who സ്തുതിച്ച്, believe, clap കരങ്ങൾ hands and ആടിച്ചൊന്ന് praise the ദൈവത്തെ Lord. സ്തുതിച്ച്, പോരാ പോരാ, Hallelujah. കരങ്ങൾ ആടിച്ച്, കരങ്ങൾ ആടിച്ച്, Ooh, കരങ്ങൾ ആടിച്ച്, hallelujah. കരങ്ങൾ ആടിച്ച്. ഓരോ Udabababar, hatulaba, shatalabadi, kamanadalabadi, kabaragasya. Hallelujah. അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കി മാറ്റും. To Abraham, God said, I'm going to make you a nation. ഇനി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ When we come to chapter 13, അതിൽ ചില വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ എന്നാലും അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ല. oh, even after many years, Abraham did not have a child. വീണ്ടും ദൂത് വരുന്നത് അടുത്ത റലത്തിലാ. Again, the counsel comes to the next realm. ഈ അബ്രഹാമിന് പ്രായം കൂടുന്തോറും ദൂതിന്റെ കനം കുറയുവല്ല, ദൂതിന്റെ കനം കൂടുക. So as the age is increasing, the word is not becoming narrower, rather it's becoming fatter. അബ്രഹാമിനോട് പറയാം, ഞാൻ നിനക്ക് പൊടി പോലെ തലമുറകളെ തരും. Oh, to Abraham, God is saying that I'm going to make your children like the sand of the sea. പൊടിയെ നമുക്ക് എണ്ണാൻ പറ്റുമോ? Dust. അല്ലെങ്കിൽ അബ്രഹാമിനോട് പറയാം, ഞാൻ നിനക്ക് പൊടി പോലെ തലമുറകളെ തരും. To Abraham, God says, I'm going to give you children like the dust of the land. 14-ലേക്ക് വരുമ്പോ വീണ്ടും പറയുകയാ, Again, God says, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയാ, I am your shield. ഞാൻ നിന്റെ മഹത്വമാ. I am your glory. നീ കൂടാരത്തിന് വെളിയിലോട്ട് നിറങ്ങിയേ, Can you come out of your tent? നീ ആകാശത്തോട്ട് നോക്കിയേ, Do you look unto the heavens? ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? Are you able to count the stars? ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? Are you able to count the ഹല്ലേലൂയ. stars? അബ്രഹാം എണ്ണി കാണും. Maybe he counted. 1, 2, 3, 50 വരെയൊക്കെ എണ്ണി കാണും. Maybe he would have counted till 50. എന്റെ ഭാഷ പറഞ്ഞ പിന്നെ പറഞ്ഞു കാണും, പെടലി കഴിക്കുന്ന തമ്പുരാനേന്ന്. Then he would have said, Lord, my neck is painful. അബ്രഹാമിനോട് ദൈവം, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറകളെ I'm തരും. going to give you children like that. അവന്റെ കരം പിടിച്ച് കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. Oh, he held his hand and took him to the seaside. എന്നിട്ട് പറഞ്ഞു, നീ താഴോട്ട് നോക്ക്, Would you look ഈ മണൽത്തരികളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? ഞാൻ ഇതുപോലെ നിനക്ക് തലമുറകളെ തരും. like that? ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു കൈക്കുമ്പിളിൽ വാരുന്ന മണൽത്തരി നമുക്ക് എണ്ണാൻ പറ്റുമോ? Can you count the sand that you can gather in your one handful? ഒരു കൈക്കുമ്പിളിൽ വാരുന്ന മണൽത്തരി നമുക്ക് എണ്ണാൻ പറ്റുമോ? Are you able to count the sand that you can gather in a handful? പക്ഷെ ദൈവം അബ്രഹാമിനോട് പറയാം, നിനക്ക് കടൽക്കരയിലെ മണൽത്തരി പോലെ ഞാൻ തലമുറകളെ തരും. God told Abraham that I'm going to give you children like the sand of the seaside. ഇത് പറയുമ്പോഴും അബ്രഹാമിന് തലമുറകളില്ല. And when God says this also, Abraham did not even have one child. പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് എന്തെങ്കിലും ദൈവിക ദൂത് പറയുമ്പോ, Whenever God tells you a divine word, അതിന് പിന്നിൽ ചില പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. there are certain processes underlying this promise. ദൂത് പറഞ്ഞ് 24 വർഷം കൊണ്ട് ദൈവം സകല നന്മകൾ കൊണ്ടും അബ്രഹാമിനെ അലങ്കരിച്ചു. Within the 24 years, God gave all blessings to Abraham. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, രാജാക്കന്മാർ പോലും അവനെ ഭയപ്പെട്ടെന്ന്. Even kings used to be afraid of him. അനേക രാജാക്കന്മാർ അവനോട് പറഞ്ഞു, നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു, ഇനി നീ ഇവിടെ നിന്നാൽ ഞങ്ങളുടെ കൂടെ നിന്റേതായി പോകും, അതുകൊണ്ട് ഇവിടുന്ന് മൂവ് ചെയ്യണം. Several kings told him that the Lord God has blessed you. If you stay with us, whatever we have also will become yours. So you need to move from here. അതുപോലെ ദൈവം ബ്ലസ് ചെയ്യുമ്പോഴും They likewise God blessed him. മേജറായി ഒരു ദൂത് പെൻഡിങ്. But there was one major promise that was still pending. ഈ നന്മ അനുഭവിക്കാൻ ഒരാളില്ല. There was no one to
receive as an inheritance of ഇതിനെ this blessing. ഹാൻഡിൽ ചെയ്ത് കൊടുത്തിട്ട് പോകാൻ അബ്രഹാമിന് ഒരാളില്ല. Abraham did not have a person to whom he could hand over. ഹല്ലേലൂയ. വലിയ ജാതിയാക്കുമെന്ന ദൂത്, The message is that he will become a nation. രാജ്യമാക്കുമെന്ന ദൂത്. The message is that he will become a big country. ഇന്ന് രാത്രിയിൽ ആത്മാവി ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. I want to give you one counsel in the spirit. നിങ്ങളുടെ പ്രസന്റ് കണ്ടീഷൻ നിങ്ങൾ വിശ്വസിക്കരുത്. Do not look at your present condition and do not believe it. അത് കള്ളമാണ്. That is lie. അത് കള്ളമാണ്. That is a lie. ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് സത്യമാതേ നടക്കത്തുള്ളൂ. The promise that God has given you is alone the truth. ഒരു വാഗ്ദത്തമെങ്കിലും നിങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തോടോ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ If God has given you a promise for you or your family, ദൈവം അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. Lord will take you to that. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, I often say this. നിങ്ങൾ എത്ര സീറോ ആണെങ്കിലും, Whatever zero you നിങ്ങൾ are, എത്ര ബിഗ് സീറോ ആയാലോ, even if you are a big zero, ഒരു വാഗ്ദത്തമെങ്കിലും നിങ്ങളുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ, if at least one promise is on you, അല്ലെങ്കിൽ ഇനി ആരും തലേ കൈവച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ ഒരു വചനത്തിലൂടെ ഒരു ദൂത് നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, even if no one has laid their hands on you and told something in your prayer room, if the word has spoken to you at least once, നീ എത്ര സീറോ ആയാലും നിന്നെ ദൈവം ഹീറോ ആക്കി മാറ്റോ. whatever a zero you are, God will make you a hero. നീ എത്ര സീറോ ആയാലും നിന്നെ ഹീറോ ആക്കി മാറ്റോ. Whatsoever zero you are, God will make you a hero. നിന്റെ കുടുംബത്തിന്റെ മുന്നിൽ, നിന്റെ കൂട്ടുകാരുടെ മുന്നിൽ, നിന്റെ തലമുറകളുടെ മുന്നിൽ, നീ ആയിരിക്കുന്ന ദേശത്ത് ദൈവം നിന്നെ മാനിക്കും, ഉയർത്തും. In front of your family, in the midst of your friends, in the place where you are, God will elevate you. ഹല്ലേലൂയ. ദൈവം ഒന്നും മറക്കുന്ന ദൈവമല്ല. He is not a God who forgets. ദൈവം ഒന്നും മറക്കുന്ന ദൈവമല്ല. He's not a God who ദൈവം forgets. നമുക്ക് വേണ്ടി ഓർത്തിരുന്ന് ചിലത് ദൈവം ചെയ്യുന്ന ദൈവമാ. He will remember and do certain things for ഇന്ന് us. പകൽക്കാലവും ആത്മാവ് പറയുന്നു, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. Oh, the Holy Spirit says that you have a God who remembers you. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. You have a God who remembers you. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, The psalmist says, ഹല്ലേലൂയ, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കും, trust in the chariots and some in the അവർ horses. വീണു പോകും. They will fall. ഞങ്ങളോ യഹോവയിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിവർന്നു നിൽക്കും. We trust in the Lord Jehovah, hence we will stand upright. ഇന്ന് രാത്രി ആത്മാവ് ചില കുടുംബങ്ങളോട് പറയുന്നു, Holy Spirit tells certain families, ദൈവം നിങ്ങളെ നിവർത്തി നിർത്തുന്ന സീസണാ. this is a season when the Lord is going to make ദൈവം you ദൈവം stand നിങ്ങളെ upright. നിവർത്തി നിർത്തുന്ന സീസണാ. This is the season when God is going to make you ദൈവം stand നിങ്ങളെ തല upright. ഉയർത്തി നിർത്തുന്ന സീസണാ. God is going to make your head stand നിങ്ങൾ upright. കേട്ട വാഗ്ദത്തം നിങ്ങൾ കാണുന്ന സീസണാ. You're going to see the promise that's being fulfilled in your വിശ്വസിക്കുന്നവർ life. കരം അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് The hands that ഇന്ന് praise the രാത്രിയിൽ Lord for ചിലത് this. കാണട്ടെ. ഓരോ ബാബാ ബാബാ ബാബാ. Hallelujah. സഭയ്ക്കൊരു മേജർ ഷിഫ്റ്റിന്റെ സീസൺ ആയത്. This is a time for a paradigm shift for this church. ദൈവസഭയുടെ ഒരു മേജർ ഷിഫ്റ്റിന്റെ സീസണാ. This is a season for a major shift for this church. ഹല്ലേലൂയ. സഭ ഷിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ അതിനകത്തെ എല്ലാ കുടുംബങ്ങൾക്കും അത് ബാധകമാ. കുടുംബങ്ങളും അവരുടെ എല്ലാ മേഖലയിലും ഒരു മേജർ ഷിഫ്റ്റ് സംഭവിക്കാൻ പോകുക. When there is going to be a major shift for the church, all the families in the church are going to experience a major shift in their lives. സമയമില്ലാത്തോണ്ട് ഒരു ദൂത് പെട്ടെന്ന് വരുന്നു, അത് പറയാം. ഹാലി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഹാലി യെശയ്യാവ് 51-ന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോ, When you read from Isaiah chapter 51, 10, 11, 12, നമ്മുടെ വചനം ഇങ്ങനെ പറയുന്നു, the word says, സമുദ്രത്തിന്റെ ആഴികളെ വറ്റിച്ചു കളയുകയും, the word says that the depth is dried up. ശ്രദ്ധിച്ച് കേൾക്കണേ, ചില കുടുംബങ്ങളോടുള്ള ദൂത. This is a message for certain families. സമുദ്രത്തിന്റെ ആഴങ്ങളെ വറ്റിച്ചു കളയുകയും, Who dried up the seas, സമുദ്രത്തിന്റെ ആഴങ്ങളെ വഴിയാക്കുകയും ചെയ്തവൻ. the one who made the depth of the sea a way, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന്, so that the ransomed of the Lord shall pass through. സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കിയവൻ. The one who made the depth as a pathway. ഇന്ന് രാത്രി ആത്മാവ് ആരോടൊക്കെ പറയുന്നത്, നിനക്ക് വഴി തുറക്കാൻ പോകുക. Holy Spirit tells someone that your way is going to be open. ആ വാക്യം മുമ്പോട്ട് വായിക്കുമ്പോ ഒന്ന് വായിക്കാമോ? മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ. ഒന്ന് നിർത്തി വായിക്കണം. ഇത് ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളോടുള്ളത്. വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ. So waters of the great deep. വറ്റിച്ചു കളയുകയും വറ്റിച്ചു കളയുകയും. He dried up the sea. വീണ്ടെടുക്കപ്പെട്ട ഒരു മിനിറ്റ് നിൽക്കണേ ബ്രദറെ. ഈ തോട് വറ്റിച്ചെന്നല്ല,
It is not written that a small brook was dried up, ഒരാറ് വറ്റിച്ചെന്നല്ല, not a river was dried up, കിണർ വറ്റിച്ചെന്നല്ല, not a well was dried എടാ up. വാഗ്ദത്തമുള്ളവന് വേണ്ടി For the one who had the ഹല്ലേലൂയ, promise, വലിയ ചെങ്കടലിനെ പോലും വറ്റിക്കുന്ന ദൈവപ്രവൃത്തി. he dried up even the Red Sea. That was the work of the Lord. നിങ്ങൾക്കറിയാമോ ഹല്ലേലൂയ, ഇതിന്റെ പശ്ചാത്തലം എന്തോന്ന് അറിയാമോ? Do you know the circumstances behind it? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ദൂതിന്റെ നിവർത്തിയാണ് ഇവിടെ നടക്കേണ്ടത്. This was the fulfillment of a promise. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാലും കാണത്തില്ലെന്ന വാഗ്ദത്തം. The promise is that the Egyptian you saw today, you will never see again. പക്ഷെ ദാ ഇപ്പൊ മുമ്പിൽ വന്ന് നിൽക്കുക. But here the Egyptian is standing in front of you. അത് പറയാൻ സമയമില്ല, അത് ഒത്തിരി സമയം എടുക്കും. ഞാൻ ഈ ദൂതിലേക്ക് വരാം. പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ലൈഫിലും അങ്ങനെ വാഗ്ദത്തമുണ്ട്. ഹാലേലൂയ, ഇങ്ങോട്ട് മീറ്റിങ്ങിന് വന്നു, വലിയ ദൂത് കേട്ടു, ചാർജായി, നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സാഹചര്യം. So you may be coming into the meeting, you get charged, you receive a promise. As soon as you go out, you see a totally opposite situation. അവിടെയാണ് നിങ്ങളുടെ ഫെയ്ത്ത് യൂസ് ചെയ്യേണ്ടത്. That is where you need to exercise your നിങ്ങളുടെ faith. പ്രോമിസിനെ തുറക്കാനുള്ള കീ എന്ന് പറയുന്നത് ഫെയ്ത്താ. The key to open your promise is your own faith. രണ്ടുപേർക്ക് കരം കൊടുത്ത് പറയുമ്പോ പ്രോമിസിനെ തുറക്കാനുള്ള കീ ഫെയ്ത്താ. Can you please shake hands and say that the key to open the promise is your faith? നിന്റെ പ്രോമിസിനെ തുറക്കുന്നത് നിന്റെ അകത്ത ഫെയ്ത്ത് എന്ന കീ വെച്ച. It is the faith that is inside you which is the key that opens your promise. ഹല്ലേലൂയ, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, I often say this. നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ നീ കരയരുത്. Do not weep before your problem. നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ നീ കരയരുത്. Do not weep before your problem. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ കരയണം. You need to weep in your prayer room. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ നെടുമ്പാട് വീഴണം. You need to fall prostrate in your prayer room. നിന്റെ അപ്പനോട് എങ്ങനെയൊക്കെ സംസാരിക്കോ അങ്ങനെയൊക്കെ നീ സംസാരിച്ചോ. Whichever way you want to speak to your father, you need to speak to him. പക്ഷെ പ്രഭാതത്തിൽ നിന്റെ പ്രശ്നത്തിന്റെ മുമ്പിൽ നീ ഇറങ്ങി നിൽക്കുമ്പോ, But as you stand before your problem in the morning, വചനമെന്ന വാളുമായി നീ നിൽക്കണം. you must stand with the sword of നമ്മുടെ the Spirit, the word of God. ബെന്തിക്കോസുകാരുടെ പ്രത്യേകത, What is unique about Pentecost? എല്ലാവർക്കും വചനം നന്നായിട്ട് അറിയാം. Everybody know the word. അല്ല, പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ഇതെടുത്ത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. When in the midst of a problem, you do not know how do you exercise it, use it. നിന്റെ ഏത് വിഷയത്തിനുമുള്ള മറുപടി ഇതിനകത്തുണ്ട്. There is an answer for any problem that you are going through. രോഗമാണ് രോഗസൗഖ്യത്തിനുള്ള വാക്യമുണ്ട്. Sick, there is a verse there to heal you. ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്, അതിന്റെ അകത്തുനിന്ന് ജയം തരാനുള്ള വാക്യം ഇതിനകത്തുണ്ട്. Through a financial crisis, there is a verse that gives you victory in that. അസമാധാനമാണെങ്കിൽ സമാധാനം തരാനുള്ള വാക്യം ഇതിനകത്തുണ്ട്. If you are going through peacelessness, there is a verse that gives you peace there. തലമുറകളുടെ വിഷയമാണെങ്കിൽ തലമുറകളുടെ വിഷയത്തിന്റെ വാക്യം ഇതിനകത്തുണ്ട്. If you are concerned about your children, you have an answer about your children's problems ഈ here. വചനവുമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. You need to stand with this ഈ word. വചനം നിങ്ങൾ പറയണം. You need to proclaim this word. വചനം നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. You need to declare this word. ഹല്ലേലൂയ, ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. You will see the work of the Lord. ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്ത് ലക്ഷങ്ങളുടെ കടമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. I was a man who was indebted because of the business that I did. I had lakhs and lakhs of ഹല്ലേലൂയ, 35,000 രൂപ പെർ മന്ത് ഇൻട്രസ്റ്റ് കെട്ടണം. I had to pay an interest of 35,000 per month. എല്ലാം റെഡ്ഡീസിന്റെ കയ്യിൽ നിന്ന് എടുത്തേക്കുന്ന പൈസയാ. I had borrowed it from the Reddies. ഭയങ്കര ടോർച്ചറിങ്. They were torturing me. ഹല്ലേലൂയ, രാത്രിയിൽ പ്രാർത്ഥിക്കും, കരയും. I used to weep before the Lord. I pray in the night. ഇതിനകത്തുനിന്ന് ഫൈനാൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട വചനങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കും. I wrote all the verses from the Bible that were concerned about finances. അതെല്ലാം ഹല്ലേലൂയ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കും. I kept on declaring this word. ഹല്ലേലൂയ, ഇത് കുറെ ദിവസം ഡിക്ലെയർ ചെയ്തപ്പോ കുറച്ചൊക്കെ കാണാപ്പാടമായി. As I kept on declaring it, I memorized it. പിന്നെ ഇത് വണ്ടിയിൽ പോകുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇത് പറയാൻ തുടങ്ങി. And when I was driving, when I walk, when I take bath, I kept on proclaiming this word. കടം മാറാൻ അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാതിരിക്കാൻ 7 days ഫാസ്റ്റിംഗ് അല്ലെ 21 days ഫാസ്റ്റിംഗ്. I was 7 days fasting, 21 days fasting, so that these people will not torture me. പക്ഷേ ഹല്ലേലൂയ, ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോ So as soon as I finish the fasting and come out, പക്ഷേ അന്ന് വരെ വിളിക്കാത്തവനും വിളിച്ച് ചീത്ത വിളിക്കും. so they used to call all abusive words against me. ഇതെന്തൊരു പരിപാടിയാ? What is it? ഇതൊന്ന് ശാന്തമാകാനല്ലേ ദൈവമേ 7 ദിവസം ഇരുന്നത്? I've been in the presence of the Lord so that this will quieten down for 5 ഇതൊന്ന് years. ശാന്തമാകാനല്ലേ 21 ഇരുന്നത്? I've been sitting there 21 days fasting that this may quieten down. അന്ന് വരെ വിളിക്കാത്തവനും വിളിച്ച് ഹല്ലേലൂയ വഴക്ക് പറയാ. Even the fellow who did not say a word till then, he will use abusive words. ഇവിടെ തളർന്നു പോകരുത്. Do ഇവിടെയാണ് not be ഫെയ്ത്ത് weak in ഉപയോഗിക്കേണ്ടത്. them.
not be ഇവിടെ നീ weakened there. വിശ്വാസം പറയണോ? This is where you need to proclaim ഇവിടെ your നീ faith. വചനം ഡിക്ലെയർ ചെയ്യണോ? You need to declare the ഇവിടെ വചനം word. ഡിക്ലെയർ ചെയ്താൽ If you declare the ചില word, ദൈവപ്രവർത്തികൾ നീ കാണോ. you will see the work of the Lord. ഞാൻ വചനം പറയാൻ തുടങ്ങി. I started speaking the word. 3 വർഷം കഴിഞ്ഞപ്പോ After 3 years, ആ പ്രശ്നം അവിടെ ഇല്ല, the problem is no more ആ there. കടം അവിടെ ഇല്ല, No more debt. ഒരു രൂപ ഇല്ല പോലും ഇല്ല. അതെല്ലാം മടക്കി കൊടുക്കാൻ ദൈവം I was സഹായിച്ചു. able to pay back every single 3 rupee. വർഷം കൊണ്ട് എല്ലാം ദൈവം ക്ലിയർ ചെയ്തു. Within 3 years, the Lord cleared everything. ഹല്ലേലൂയ. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ പറയും വചനം മാത്രം പറഞ്ഞതാ. How it happened? Only by declaring the word. വചനം മാത്രം ഡിക്ലെയർ ചെയ്തു. I kept on declaring the word of God. ഹല്ലേലൂയ. വചനത്തിന് ഭയങ്കര പവറാണ്. There is power in the scripture. ഇത് നീ വിളിച്ചു പറയുമ്പോ ദൈവപ്രവർത്തികൾ നീ കാണോ. When you proclaim, you will see the work of the ദൈവത്തിന്റെ Lord. പദ്ധതികൾ കാണോ. You will see the work of the Lord. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ചില വചനം ഡിക്ലെയർ ചെയ്യണോ. You must declare the word of God before you go for exam. ദാനിയേലിന് കൊടുത്ത വിശ്വത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. NIV വേർഷൻ സ്പിരിറ്റ് ഓഫ് എക്സലൻസ്. It was the spirit of excellence that was given to Daniel. That's what NIV says. അതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. Say that, Lord, I need that. ഹല്ലേലൂയ. ദൈവം വിശ്വം കൊണ്ട് നിറയ്ക്കോ. Lord will fill you with ദൈവം wisdom. ദൈവപ്രവർത്തികൾ കൊണ്ട് നിറയ്ക്കോ. Lord will fill you with his own ഇന്ന് word. രാത്രിയും ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. Tonight also certain promises may be revealed. അതുകൊണ്ട് പൗലോസ് തീമോത്തിയോസിനോടും തീത്തോസിനോടും ഒക്കെ പറഞ്ഞു, നിന്റെ വിശ്വാസത്തിന് ആരോഗ്യമുണ്ടായിരിക്കണം. That is why Paul told Timothy and Titus that your faith must be healthy. നമുക്കറിയാം 2 ദിവസം ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഹെൽത്തിന് ഹല്ലേലൂയ ആത്മീകമായ ബലമുണ്ടെങ്കിലും പുറമേ ഒരു ക്ഷീണം കാണത്തില്ലേ. So as we fast for a couple of days, even though we are spiritually strong, externally we become weak. എന്നാൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ആ ക്ഷീണം മാറും. So after we eat food, all that weakness goes off. ഇതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിന് ആരോഗ്യമുണ്ടായിരിക്കണമെന്ന്. Likewise, your faith need to grow healthier. നിങ്ങളുടെ വിശ്വാസത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ If your faith is healthy, ഹല്ലേലൂയ, നിങ്ങളെ ഒരു വ്യക്തിക്കും തകർക്കാൻ ഒക്കത്തില്ല. ഒരു സാഹചര്യത്തിനും അത് നിങ്ങൾ തകർന്നു പോകത്തില്ല. no one can destroy you. You will not be destroyed in any circumstance. ഹല്ലേലൂയ. നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ വേഗത്തിൽ ദൈവം എത്തിക്കാനിടയാകും. The Lord will lead you to your destiny quickly. ഹല്ലേലൂയ. അബ്രഹാമിനെ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, നിനക്ക് കടൽക്കരയിലെ മണൽത്തരി പോലെ തരും. Oh, to Abraham, God says that I'll give you offsprings like the sand by the seaside. ആ ദൂതൊന്ന് കംപ്ലീറ്റ് ചെയ്തില്ല. അത് അടുത്തൊന്ന് വായിച്ചേ. ആഴത്തിലെ വഴിയെ സമുദ്രത്തെ വലിയ ആഴത്തിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വറ്റിച്ചു കളയും. വീണ്ടും എടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലേ. ഹല്ലേലൂയ. എടാ, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ കൂട്ടരാ. These people had come out of Egypt saying that we will not see the Egyptian again. സന്തോഷത്തോടെ വന്നതാ. ചെങ്കടലിന്റെ അവിടെ വന്നപ്പോ അപ്പൊ ദൈവമല്ലേ ഈ ദൂത് പറഞ്ഞ്. ഇത് ഷാജി ജോൺ പറഞ്ഞ ദൂതല്ല. They had come out with joy, but once they reached near that seaside of Red Sea, it is not Shaji John's message that they heard. ഇത് മോശ പറഞ്ഞ ദൂതല്ല. It was not Moses' message. they ദൈവം heard. ഡയറക്റ്റ് ഇറങ്ങി മോശയോട് പറഞ്ഞതാ. It was God who directly came and spoke to നീ ഇന്ന് Moses. കണ്ട മിസ്രൈമിനെ മേലാലും കാണത്തില്ല. The Egyptian whom you saw today, you will never again see him. പക്ഷെ മുമ്പിൽ നിൽക്കുക. But he is standing in front now. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കയറി വരുമ്പോ We may have such situations in our life that creeps in. അവിടെ പിറുപിറുക്കരുത്. Do not murmur there. അവിടെ കുറ്റം പറയരുത്. Do not blame there. അവിടെ ക്ഷീണിച്ചു പോകരുത്. Do not become weak there. അവിടെ മുഖം വാടിപ്പോകരുത്. You should not become shriveled there. അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പറയണം, ഇതല്ല ദൈവം എന്നോട് പറഞ്ഞത്. There you should stand strong and say, this is not what God said to me. ഇതല്ല ദൈവം എന്നോട് പറഞ്ഞത്. This is not what God said to me. ദൈവം എന്നോട് പറഞ്ഞത് ഇന്ന് കണ്ട മിസ്രൈമിനെ മേലാലും കാണത്തില്ലെന്ന്. God said that the Egyptian whom you saw today, you'll never again see. ദൈവം പറഞ്ഞത് എനിക്ക് ആ ജോലി കിട്ടുമെന്ന. God told me that I will get that job. മോർഗേജുകാർ പറയുന്നു നിനക്ക് ലോൺ തരത്തില്ലെന്ന്. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു വീട് തരുമെന്ന്. Mortgagers say that you will not get a loan, but God has told me that I will get a house. എന്റെ കുഞ്ഞിനെ കുറിച്ച് ഇന്നതാ ദൈവം പറഞ്ഞേക്കുന്നത്. പക്ഷെ അവനിപ്പോ പഠിക്കാൻ മോശമാ. നീ അതല്ല കാണേണ്ടത്. പറയണം, അല്ല എന്റെ കുഞ്ഞിനെ കുറിച്ച് എന്റെ ദൈവം പറഞ്ഞേക്കുന്നത് ഇന്നതാ. This is the promise concerning my child, but he is not doing well in his studies, but that's not what I believe.
This is what I believe, that the Lord has promised the future for my child. കർത്താവ് ചില കുടുംബങ്ങൾക്ക് സ്വന്തമായ ഭവനങ്ങൾ ദൈവം ഒരുക്കുമെന്ന് ആത്മാവ് പറയുന്നു. The Holy Spirit says that the Lord is preparing houses for certain people. സമുദ്രത്തിന്റെ ആഴങ്ങളെ വഴിയാക്കുന്ന ദൈവം. He is the one who makes the deep pathway through the deep of the sea. ഇന്ന് രാത്രി ആത്മാവ് ആരോടൊക്കെ പറയാൻ പറയുന്നു, വഴി ഇല്ലാത്തടത്ത് വഴിവെട്ടുന്ന ഒരു ദൈവം നിനക്കുണ്ട്. The Holy Spirit is telling certain people that where there is no way, the Lord will make a way for you. You are such a God. പുതിയ വഴികളെ തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. You have a God who opens new ways. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. യഹോവയുടെ വിമുക്തന്മാർ വിമുക്തന്മാർ, വാഗ്ദത്തമുള്ളവർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. ആ നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. ഇതാ ഞാൻ പറയാൻ വന്ന ദൂത്. ഹല്ലേലൂയ. This is ചില a കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, The Holy Spirit is telling certain families, ഞരക്കവും ദുഃഖവും മാറുമെന്നല്ല, നീങ്ങുമെന്നല്ല, ഓടിപ്പോകാൻ പോകുക. നീ 2024 8-ാം മാസം ചിലത് ഓടിപ്പോകുന്നത് നീ കാണാൻ പോകുക. it is not that the sorrow and sighing will just go. It shall flee away from you in this year 2024. എന്നിട്ട് ബൈബിൾ പറയുന്നു, ആനന്ദവും സന്തോഷവും നിന്റെ തലമേൽ ഇരിക്കുമെന്ന്. The Bible says that joy and gladness will be upon your head. ഇന്ന് രാത്രി ദൈവസഭയോട് കുടുംബങ്ങളോട് ആത്മാവ് പ്രവചിക്കുന്നു, ആനന്ദവും സന്തോഷവും നിന്റെ തലമേൽ ഇരിക്കും. ദുഃഖവും ഞരക്കവും ഓടിപ്പോകുന്ന ഒരു സീസൺ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ The പോകുന്നു. Holy Spirit says that gladness and joy shall be upon your head. Your sorrow and sighing shall flee away from you. വിശ്വസിക്കുന്നവർ കരം അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച്. Those who believe, let us ചില clap ദുഃഖങ്ങളും hands and praise the ഞരക്കങ്ങളും Lord. ഓടിപ്പോകട്ടെ. Praise ദുഃഖവും the Lord. ഞരക്കവും ഓടിപ്പോകുന്ന സീസണാ. This is the season where sorrow and sighing shall flee away. വർഷം 7 മാസവും പ്രാർത്ഥിച്ചിട്ട് നീ ഒന്നും കണ്ടില്ലെങ്കിലും ഇന്ന് രാത്രി ഒരു സ്തോത്രം പറ. 8-ാം മാസം മുതൽ നിന്റെ ഞരക്കവും ദുഃഖവും ഓടിപ്പോകും. ആനന്ദവും സന്തോഷവും നിന്റെ തലമേൽ ഇരിക്കുന്ന സീസണാ. Despite last 7 months of prayer, even though you have not seen anything good, say this with faith that this is the time when sorrow will flee away and joy and gladness will be on your head. ഈ വർഷം സഭയുടെ ദൂത് അനുഗ്രഹിക്കുമെന്നാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം ആ ദൂതിന് താഴെ സൈൻ ചെയ്യുന്ന സീസണായിതാ. So if the message to the church this year that you will be a blessing, then this is the time when the Lord is a signatory to that message. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ചില Amen. ഞരക്കങ്ങളും ദുഃഖങ്ങളും ഓടിപ്പോകുന്നെന്ന് കർത്താവ് പറയാൻ പറയും. The Holy Spirit says that your sorrow and sighing will flee away from ഈ you. പലയിടത്തും അത് മാറുമെന്നുള്ള വേട പലയിടത്തും നമ്മൾ കാണാറ്. We can see that it will change. Is that what we read പക്ഷെ something? ഇവിടെ യെശയ്യാവ് എഴുതിയിരിക്കുക ഓടിപ്പോകുമെന്ന്. But Isaiah says that it shall flee away. നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത് ഓടിപ്പോകാൻ പോകുക. From your life, it is going to flee അത് away. എന്ത് വിഷയമായാലും അത് ഓടിപ്പോകാൻ പോകുക. Whatever the issue is, it is going to flee away. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുക. You're going to see the work of God. അതിൽ ചില അകത്തെ ചില ഞരക്കങ്ങളുണ്ടല്ലോ, അത് കംപ്ലീറ്റ് മാറാൻ പോകുക. ആ ഞരക്കത്തിന്റെ റിസൾട്ട് നീ കാണാൻ പോകുക. The sorrow that is within your heart, it is going to change completely. You're going to see the right results. ഹല്ലേലൂയ. Hallelujah. അബ്രഹാമേ, Abraham. ഹല്ലേലൂയ, ദൂതുകൾ ഹയറലത്തിൽ പോകുമ്പോഴും ഹല്ലേലൂയ മുമ്പിലൊന്നും കാണാനില്ല. Oh, even when the promises are increasing, you are unable to see anything in front of you. പലപ്പോഴും നമ്മുടെ ലൈഫിലും അങ്ങനല്ലേ. Many a times in our life, ഏത് ദൈവദാസൻ വന്നാലും എന്നോട് ദൂതുണ്ട്. whenever a servant of God comes, they have a word of promise for me. ഏത് ദൈവദാസൻ വന്നാലും എന്റെ തലയിൽ കൈവച്ച് ദൂത് പറയാറുണ്ട്. Every single child of God, when servant of God comes, they lay their ദൂ- hands upon me and give me a promise. ദൂത് കേൾക്കുന്നതിനനുസരിച്ച് പ്രശ്നം വലുതാകുന്നേ ഉള്ളൂ. ഇതിനൊരു ഹല്ലേലൂയ നീക്കുപോക്ക് കാണുന്നില്ല പാസ്റ്ററേ. The more and more I hear words of revelation, the more and more problems I am getting. പക്ഷെ ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആ ദൂത്. But if anyone is speaking like that, this message is to you. ഹല്ലേലൂയ, നിന്റെ പ്രോസസ് കാലം കഴിഞ്ഞു. The time of your process is ചിലത് നീ over. കാണുന്ന സീസണാ. This is the season when you're going to see it. ഹല്ലേലൂയ, നീണ്ട 24 വർഷം കഴിഞ്ഞിട്ടും 24 വർഷമായിട്ടും ഹല്ലേലൂയ അബ്രഹാം കേട്ട ദൈവശബ്ദത്തിന്റെ റിസൾട്ട് കാണുന്നില്ല. Even though it was 24 years, Abraham did not see the answer for that, the promise that was given to him. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം 4:19, 20, 21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു പദം ഇങ്ങനെയാ. Romans chapter
19-20, Paul says this. അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. Even though Abraham's body was as good as dead, likewise Sarah's womb was also dead, he did not doubt the promise of God. Rather, he continued to praise God for the promise. ഹല്ലേലൂയ. ഒന്ന് Amen. ശ്രദ്ധിച്ചാൽ നിങ്ങള്. Can you ഹല്ലേലൂയ. pay attention? ഇത് പൗലോസ് റോമാലേഖനത്തിലേക്ക് വരുമ്പോ പൗലോസ് ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുക. Paul has explained this like this. പൗലോസ് പറയുകയാണ്, Paul says, എന്റെ ചിന്തയിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അത് പറയാം. in my thoughts, let me tell you this. നീണ്ട 24 വർഷം കടന്നുപോയി. It's 24 years is gone. അബ്രഹാം കൂടാരത്തിന് വെളിയിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുക. Abraham is sitting there in a chair outside his tent. അബ്രഹാമിന്റെ ശരീരത്തിലേക്ക് അബ്രഹാം ഒന്ന് നോക്കി. Abraham looked at his own body. അബ്രഹാമിന് ഒരു കാര്യം മനസ്സിലായി. Abraham understood one thing. തന്റെ ശരീരം നിർജീവമായി പോയത് അബ്രഹാം അറിഞ്ഞു. My body is as good as dead. Abraham understood that. കൂടാരത്തിനകത്തേക്കൊന്ന് നോക്കി. He looked inside the tent. സാറാമ്മച്ചി അടുക്കളയിൽ എന്തോ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുക. Sarah was cooking something inside. തലമുടി നാര് മുതൽ കാൽപാദം വരെ അടിമുടി ഒന്ന് നോക്കി സാറാമ്മച്ചിയെ. He looked at Sarah from the head to foot. ഒരു കാര്യം അബ്രഹാം ഗ്രഹിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി. Abraham understood one thing. ഹല്ലേലൂയ. സാറയുടെ നിർജീവത്വം ഗ്രഹിച്ചു. The barrenness of Sarah's womb he understood. അബ്രഹാമിന്റെ നിർജീവത്വം അബ്രഹാം അറിഞ്ഞു. He understood his own state as good as dead. സാറയുടെ നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചു. He considered the barrenness of Sarah's womb. പക്ഷെ അബ്രഹാമിന്റെ പ്രത്യേകത, But what was unique about Abraham? അറിഞ്ഞതും ഗ്രഹിച്ചതും വിശ്വസിച്ചില്ല. What he knew, what he considered, he did not believe. അറിഞ്ഞതും ഗ്രഹിച്ചതും വിശ്വസിച്ചില്ല. What he knew, what he discerned, he did not believe. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. He believed in the promise that the Lord has അത് അവന് given. നീതിയായി കണക്കിട്ടെന്ന് ബൈബിൾ And പറയുന്നു. the Bible says it was counted as righteousness. ഹല്ലേലൂയ. അറിഞ്ഞു, തന്റെ സാഹചര്യം അവൻ അറിഞ്ഞു. He understood his situation. ഹല്ലേലൂയ. തന്റെ ശരീരത്തിനകത്ത് നിന്ന് ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ലെന്ന്. There is no chance for an offspring to come out of his body. അകത്തേക്ക് നോക്കി സാറയുടെ നിർജീവത്വം ഗ്രഹിച്ചു. വിളിച്ചില്ല, സാറാക്ക് വിഷമമാകുമെന്ന് കരുതി. പക്ഷെ അടിമുടി ഒന്ന് നോക്കിയിട്ട് തന്റെ അവസ്ഥ അബ്രഹാം മനസ്സിലാക്കി അല്ലെങ്കിൽ ഗ്രഹിച്ചു. He did not call out Sarah, but he discerned the barrenness of Sarah's womb. പക്ഷെ ഇത് രണ്ടും വിശ്വസിച്ചില്ല. But he did not believe both this. അറിഞ്ഞതും ഗ്രഹിച്ചതും അബ്രഹാം വിശ്വസിച്ചില്ല. What he knew, what he discerned, he did not believe. ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തിൽ ഉറച്ചു But വിശ്വസിച്ചു. he was firmly believing in അതുകൊണ്ട് the promise that the Lord has given him. അതുകൊണ്ട് എന്റെ ബൈബിൾ പറയുന്നു, That is why the Bible says അവന് നീതിയായി കണക്കിട്ടു. it was counted unto him as അടുത്ത righteousness. വർഷം അവന്റെ റിസൾട്ട് അവൻ കണ്ടു. Saw result the very next ഹല്ലേലൂയ. year. അവൻ ഒരു ഇസഹാക്ക് ജനിച്ചു. And Isaac was born there. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ചില ആത്മീക ജനനങ്ങൾ നടക്കുന്ന ദിവസങ്ങളായത്. Tonight there is a certain spiritual movements that is going to make move in us. ചില നാളുകളായി കേട്ട ചില ദൈവിക പദ്ധതികളുടെ നിവർത്തികൾ ദൈവസഭയും കുടുംബങ്ങളും കാണുന്ന സീസണായത്. This is a season where the fulfillment of God's plans that has been revealed over several years is going to be fulfilled these days. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. I often say this. ഞങ്ങള് ഹല്ലേലൂയ ഇന്ത്യയിൽ എവിടെ ശുശ്രൂഷിക്കാൻ പോയാലും Wherever I go to minister in India, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോയാലും we go to Middle East. ഇവിടെ അങ്ങനെ അധികം കണ്ടില്ല. I didn't see that much here. ഹല്ലേലൂയ. ഞങ്ങൾ പ്രവാചകന്മാർ ചെന്നാൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആദ്യം അവർ മൊബൈൽ ഓൺ ചെയ്തുകൊണ്ടാണ് വരുന്നത്. They will bring their mobile phone, they will switch it on the recording, and they will bring, they come to prophets. നല്ല കാര്യമാണ്. It's a good thing. ഹല്ലേലൂയ. റെക്കോർഡ് ചെയ്യും. They will record it. ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും ഇത് അവർ വെക്കും. They will again play it. ഹല്ലേലൂയ. വീണ്ടും ഒരു 7 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരു 21 ഒക്കെ ഇരിക്കുമ്പം ഇതൊന്ന് ഓൺ ചെയ്ത് കേൾക്കും. So when they are sitting for 7 days or 3 days or 21 days fasting, they will again hear that recording. അപ്പൊ മനസ്സിന് ഒരു കുളിർമ, ഒരു ചിരി, സന്തോഷമൊക്കെ വരും. So they have some joy, they have some peace within their heart. വീണ്ടും ഇതേപോലെ ചെയ്യും. Then they again hear it. അതിനല്ല ഇത്. It is not for that purpose. നിന്നോട് കേട്ട ദൈവശബ്ദം Oh, what you heard, the word from the Lord. മൊബൈലിൽ റെക്കോർഡിംഗ് ആയിട്ട് ഇരിക്കാൻ മാത്രമുള്ളതല്ല. It is not for you to just record inside your നീ mobile. കേട്ട ദൈവശബ്ദം നിന്റെ കണ്ണുകൊണ്ട് കാണും. Oh, what you heard, you are going to see with your നീ eyes. കേട്ട ദൈവശബ്ദത്തിൽ നിന്റെ കൈ തൊടും. The Lord will touch you on the
word that he has given നീ you. കേട്ട ദൈവശബ്ദത്തെ നീ കാല് ചവിട്ടി നിൽക്കും. You are going to touch it. You are going to step over it. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, I'm repeating it. നീ കേട്ട ദൈവശബ്ദം നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. You are going to see what you heard. നീ കേട്ട ദൈവശബ്ദം നിന്റെ കൈ കൊണ്ട് തൊടാൻ പോകുക. You are going to touch what you heard from the Lord. നീ കേട്ട ദൈവശബ്ദത്തിന്റെ നിവർത്തിയെ നീ വാരി പുണരുന്ന സീസണായത്. You are going to carry the fulfillment of the promise that you heard. ഈ 8 മാസം ചിലത് കാണാൻ പോകുക. You are going to see these യേശുവിന്റെ days. നാമത്തില് In the name of Jesus. Oh, Rabala Handaribasya. നീ കേട്ട ദൈവശബ്ദം. നീ കേട്ട ദൈവശബ്ദം You've heard the voice of the എന്നും Lord. മൊബൈലിൽ റെക്കോർഡായിട്ട് ഇരിക്കാനുള്ളതല്ല. Not something that is just going to remain in the നിന്റെ recording. കണ്ണുകൊണ്ട് കാണാനും You're going to see with your eyes. നിന്റെ കാല് ചവിട്ടി നിൽക്കാനോ You're going to step on your feet. നീ അതിനെ വാരി പുണരാനുമുള്ളതോ You're going to carry it with you. ആ സീസണകത്ത് നീ കയറി നിൽക്കാൻ പോകുക. You're going to enter into that season. അങ്ങനെ ചിലതിനകത്തേക്ക് ദൈവം നടത്താൻ പോകുക. God is going to lead you into certain of ചില those. വർഷങ്ങളുടെ ക്രൈസിസുകളെ ദൈവം ബ്രേക്ക് ചെയ്യുന്നു. Crisis of certain years is going to be broken. ചില ക്രൈസിസുകളെ ദൈവം ബ്രേക്ക് ചെയ്യുന്നു. The Lord is breaking certain crises. 3 വർഷമായി 5 വർഷമായി ഒരേപോലെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാതിരിക്കുന്ന ചില കുടുംബങ്ങളോട് ആത്മാവ് പറയുന്നു, ഈ സീസൺ ചില അനുഗ്രഹത്തിന്റെ സീസണാ. There are certain families you've been waiting for 3 years, 5 years, or several years for the promise to be fulfilled. This is the season for your fulfillment of your promise and blessing. പക്ഷേ ഈ വർഷം ചർച്ചിന്റെ അനുഗ്രഹം എന്നല്ലേ? This That's is the a theme. year of you're going to be a blessing for the ആ church. അനുഗ്രഹം നിങ്ങൾ കാണും. You're going to see that blessing. പക്ഷെ ഈ വിശ്വാസം നിങ്ങളുടെ അകത്ത് വേണം. You need to have that faith. കാരണം ഒരു ടീം ചർച്ചിനോ ഒരു വ്യക്തിക്കോ ദൈവം തന്നാൽ If the Lord gives one theme for the church or a person, അതിന്റെ ഫുൾഫിൽനെസ് നിങ്ങൾ കാണും. you're going to see its fulfillment. എനിക്ക് ദൈവം തന്നത് ഇയർ ഓഫ് ഓപ്പൺ ഡോർ ആയിരുന്നു. The Lord gave me the year of open door as a promise. ഈ വർഷം 6ാമത്തെ രാജ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. I'm standing in the 6th country in this year. ഹല്ലേലൂയ. രാജ്യത്തിൽ പോയതിന്റെ മഹത്വം പറയാനല്ല, I'm not going to glorify about which ദൈവം countries ഒരു I want. കാര്യം പറഞ്ഞാൽ ചെയ്യുമെന്ന്. If the Lord says something, He's going to fulfill it. ഹല്ലേലൂയ. ഇയർ ഓഫ് ഓപ്പൺ ഡോർ എനിക്ക് അറിയത്തില്ല, ഞാൻ പിന്നെ വചനങ്ങൾ തപ്പിയെടുത്തു. I did not understand that. I searched for the verses. അപ്പം യെശയ്യാവ് 22:22 ഇങ്ങനെ പറയുന്നു, Isaiah 22:22 says like this. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ. The one who has the keys of David, so that no one can open what he has shut. No one can shut what he has opened. ഉറപ്പുള്ള സ്ഥലത്തൊരാണി പോലെ ഉറപ്പിക്കും. He will fix you like a nail in a firm place. ഹല്ലേലൂയ. അവൻ ചിലത് തുറന്നതാ. If he opens something, it is surely open. ഒരച്ചാച്ചന്മാർക്കും അത് അടയ്ക്കാൻ ഒക്കത്തില്ല. Nobody can shut it. ഒരെതിർ പ്രാർത്ഥനയ്ക്കും അടയ്ക്കാൻ ഒക്കത്തില്ല. Nobody can pray against it and close it. ഒരാഭിചാരത്തിനും മന്ത്രവാദത്തിനും അടയ്ക്കാൻ ഒക്കത്തില്ല. Nobody can stop it. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോട് പറയുന്നു, To certain families, the Lord says, ദൈവം ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. the Lord is going to open something for you. ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുന്നു. The Lord is going to open certain things for ദൈവം you. ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. Certain doors are going to be opened for you. ആ വചനത്തിനകത്ത് ഒരു പദം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. A phrase that touched me really. അത് അവിടെ ഇങ്ങനെയാ പറയുന്നത്, It says like this: ഉറപ്പുള്ള സ്ഥലത്ത് in a firm place, ഒരാണി പോലെ നിന്നെ ഉറപ്പിക്കും. like a nail, I'm going to fix you. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ നാട്ടിൽ നിന്ന് വന്ന നമുക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാകും. Though the children may not understand that, but we, those who came from India, will ചില understand. വീടുകളിലൊക്കെ ഒരാണി 50 വർഷമായിട്ട് നിൽക്കും, അതിനകത്തായിരിക്കും ആ കലണ്ടർ തൂക്കുന്നത്. ശരിയല്ലയോ? In some houses, they have pegs, that is nails there, on which they will put the calendars for the last 50 years. എനിക്ക് ഓർമ്മയായ കാലം മുതൽ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ തൂക്കുന്ന ഹാലിലി, എൻ്റെ വീട് പൊളിച്ച് പുതിയ വീട് പണിയുന്നത് വരെ ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. There was one particular nail from the time I have some knowledge till we built a new house, that nails remained there. There we used to hang the calendar. ഹല്ലേലൂയ. കാരണം ചിലയിടത്ത് ഇവിടെ പറയാണ്, അപ്പൊ നമുക്കറിയാം ചിലയിടത്ത് നമ്മൾ ആണി അടിച്ച സിമെന്റ് ഉൾപ്പെടെ ഇളവി വരും അല്ലേ? So certain places, if we try to put a peg in there to secure there, including the cement, everything falls. ഞാൻ ശരിയാണോ പറയുന്നത്?
ചില സ്ഥലത്ത് നമ്മൾ ആണി അടിച്ചാൽ സിമെന്റ് ഉൾപ്പെടെ ഇളകി വരൂ. including the cement, everything dislodges there. പക്ഷെ ഇവിടെ ബൈബിൾ പറയുക But the Bible says, ഉറപ്പുള്ള സ്ഥലത്ത് in a secure place, ഒരാണി പോലെ like a peg, ഞാൻ നിന്നെ ഉറപ്പിക്കാം. I'm going to fasten ഇന്ന് you. രാത്രി ഇതിനകത്തിരിക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളോട് ആത്മാവ് പ്രവചിച്ചു The പറയുന്നു, Holy Spirit tells certain families, ഈ രാജ്യത്ത് നിന്നെ ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഉറപ്പിക്കും. the Lord is going to secure you, fasten you in this nation, make you firm. ഇവിടെ ചില അനുഗ്രഹങ്ങളെ തന്ന് ദൈവം നിന്നെ ഉറപ്പിക്കും. The Lord will establish you by giving you certain blessings. എന്ന് വെച്ചാൽ ഇളകാത്ത രീതി നിന്നെ ഉറപ്പിക്കുമെന്ന്. That means in an immovable way, He is going to establish you. ഒരു കൊറോണ വന്നാലും ഒരു സുനാമി വന്നാലും ഓഹാലേലിയ തകരാത്ത നിലവാരത്തിൽ നിന്നെ ഉറപ്പിക്കുമെന്ന്. The Lord is going to establish you in a way where corona or tsunami cannot destroy you. ഒരു രോഗത്തിനോ ഒരു ക്രൈസിസിനോ നിന്നെ തകർക്കാൻ പറ്റത്തില്ല, നിന്നെ ഉറപ്പിക്കുമെന്ന്. A sickness or a crisis cannot destroy you. You will be established. ഇന്ന് രാത്രിയും ആത്മാവ് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. The Holy Spirit asked me to prophesy like that. ചിലരെ ദൈവം ഈ രാജ്യത്ത് ഉറപ്പിക്കുന്ന സീസണാ. This is the season when the Lord is going to secure certain people ചിലരെ here. ആത്മീകമായി ദൈവം ഈ സഭയിൽ നിർത്തി വളർത്തുന്ന സീസണാ. This is the season when the Lord is going to make certain people stand inside this church and make them grow in spirit. ചിലരെ വചനത്തിന്റെ വെളിപ്പാടുകളെ തന്ന് ദൈവം മാനിക്കുന്ന സീസണാ. The Lord is going to honor certain people by giving revelation of the word. ചിലരെ ബൈബിൾ സ്റ്റഡി എടുക്കാൻ വേണ്ടി ദൈവം റെഡിയാക്കുന്ന പ്രിപ്പയർ The ചെയ്യുന്ന Lord is സീസണാ. preparing certain people to take Bible നീ studies. എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിനകത്ത് നിന്നെ ഉറപ്പിക്കും. For whatever you have been praying and desiring, the Lord is going to establish you there. വിശ്വസിക്കുന്നവർ അല്പസമയം ഒന്ന് ആരാധിച്ച് Those who believe in that, let us worship there. എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. The Lord says this way. ചിലതിനെ ദൈവം ഉറപ്പിക്കാൻ പോകുക, The Lord is going to establish some ചിലതിനെ people. ദൈവം ഉറപ്പിക്കാൻ പോകുക. The Lord is going to secure നിന്റെ some സാഹചര്യം people. എന്തോ ആയിക്കോട്ടെ, ദൈവത്തിന് വിഷയമല്ല. Nothing is of concern for the Lord. ദൈവം നിന്നെ ഉറപ്പിക്കും, The Lord will fasten you. ദൈവം നിന്നെ മാനിക്കും. The Lord will honor you. Hallelujah. എല്ലാ ഉപവാസങ്ങളും Your fasting and prayer, എല്ലാ ഉപവാസങ്ങളും every fasting, ദൈവത്തോട് ഒന്നുകൂടി അടുക്കുന്നതായിരിക്കണം. this is a time that you will become more closer to the Lord. ഹല്ലേലൂയ. എല്ലാ ഉപവാസങ്ങളും Every fasting, ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നതായിരിക്കണം. you must increase in your bonding with the Lord. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ ആത്മീക ജീവിതവും ഭൗതിക മേഖലകളും ഹാലേലിയ ദൈവം ഹാലേലിയ നന്നായി നിവർത്തിക്കത്തുള്ളൂ. Only if you go through that process, God will increase your spiritual as well as your physical needs. ഇനി ഒരു കാര്യം കൂടെ പറയാം. And I want to tell you one more thing. വാഗ്ദത്തം പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. Whenever God speak about promise, I tell you. സമയം കഴിയാറായി, അതുകൂടെ പറഞ്ഞിട്ട് എന്നെ ആ ദൂതിലേക്ക് ഒന്ന് മടങ്ങി വരാം. My time is about to be over. I want to tell you this. ചില വാഗ്ദത്തങ്ങള് There are certain promises. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല. It doesn't fulfill even if you pray a lot. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Are you with me? ചില വാഗ്ദത്തങ്ങള് Certain promises, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും howsoever we pray, നടക്കത്തില്ലെന്നല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ നടക്കത്തില്ല. in the way we desire of it to be fulfilled, it doesn't fulfill. Neither at the time that we desire it fulfill. അത് 21 ഇരുന്നാലും 40 ഇരുന്നാലും 60 ഇരുന്നാലും Whether it's 21 days or 40 days fasting, or even if you sit for 60 days fasting, it's not going to happen. ഞാൻ ഒരു നേരം കഴിച്ചോണ്ട് 60 ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ട്. I have been fasting for one time, eating food for 60 days. ഒന്നും നടന്നിട്ടില്ല. It did not happen. ഹല്ലേലൂയ. കാരണം ഞാൻ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടിയാ ഇരുന്നത്. I was praying for a certain issue. ഹല്ലേലൂയ, നടന്നില്ല. Did not fulfill. അന്നേരം തന്നെ ഒരു ദൂതാ നിങ്ങൾക്ക് കൈമാറാം. Then the Lord gave me a word I want to share with you. ഹല്ലേലൂയ. ചില ദൂതുകൾ ദൈവത്തിന്റെ സമയത്ത് മാത്രമേ നടക്കൂ. Only in God's time certain promises will be fulfilled. അതിന് ഞാൻ വേഗത്തിൽ ഒരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്. I want to give you one quick example. ഇപ്പൊ ഹല്ലേലൂയ, ഈ മോനും ഒരു വീട്ടിലെയാണെന്ന് ഇരിക്കട്ടെ, ഈ കുഞ്ഞും ഒരു വീട്ടിലെയാണെന്ന് ഇരിക്കട്ടെ. Suppose these children are from one family. ഹല്ലേലൂയ. ഇവൻ ഇച്ചിരൂടെ ചെറിയ പ്രായമാണെന്ന് ഇരിക്കട്ടെ, 2 വയസ്സേ ഉള്ളെന്ന് ഇരിക്കട്ടെ. Suppose he is only 2-year-old. ഹല്ലേലൂയ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പപ്പ ഹല്ലേലൂയ ഈ സോഫയിൽ ഇരുന്ന് ചായ കുടിക്കുക. So if the father is sitting in the sofa and drinking the coffee, ഇതൊന്നും താഴെ വീണാ പൊട്ടത്തില്ലെന്ന് എനിക്കറിയാം. I'm sure this will not break if it falls നമ്മുടെ down. നാട്ടിലെ ചായ കുടിക്കുന്ന ഗ്ലാസ് ആണെ പൊട്ടും. നിങ്ങൾ അതൊന്ന് സങ്കല്പിച്ചോ. The tumblers that we use in India, if it falls down, it will break. ഹല്ലേലൂയ. അപ്പൊ അവരുടെ പപ്പ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് As their father is drinking that coffee, then സ്വാഭാവികമായി മൂത്ത മോനെ വിളിക്കും.
as usually called the elder son. അല്ലെ മോനെ എടാ ഈ കപ്പ് അല്ലെ ഈ ചായ ഗ്ലാസ് മമ്മിയുടെ കൊണ്ട് കൊടുക്കാൻ പറയും. Do you ചായ take this കുടിച്ചിട്ട്. cup and give it back to your mom? അപ്പം എവിടെങ്കിലും കറങ്ങി നിൽക്കുമായിരിക്കും ഈ 2 വയസ്സുള്ള The മോന്. little one might be somewhere around there. ഇവൻ ഇത് കേട്ട ഉടനെ ഇവനായിരിക്കും ആദ്യം He ഓടിയെത്തുന്നത്. might be the one who responds first and comes running. എന്നിട്ട് അവൻ ഈ ഗ്ലാസ് കയറി പിടിക്കും. Then he will hold on to that tumbler. ഞാൻ കൊണ്ട് കൊടുക്കാമെന്നും പറഞ്ഞു. I will take it. പക്ഷെ ഈ അപ്പൻ കൊടുക്കത്തില്ല. Father will not give it to him. ഹല്ലേലൂയ. എന്താ കൊടുക്കാത്തെന്നറിയാമോ? You know why? ഈ സോഫയ്ക്കും അടുക്കളയ്ക്കും ഇടയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഇവന്റെ കയ്യിൽ നിന്ന് ഈ ഗ്ലാസ് താഴെ വീഴാൻ സാധ്യതയുണ്ട്. From the sofa to the kitchen, anywhere this tumbler may slip out of his hand and fall down. പക്ഷെ ഇവന്റെ കൈ കൊടുക്കുമ്പോ അപ്പൻ ഒരു ഉറപ്പുണ്ട്. But if he gives to the elder one, the father is sure about ഇത് something. കറക്റ്റ് അവൻ അവിടെ He എത്തിക്കുമെന്ന്. will surely take it to the destination. ഇതുപോലെ ചില വാഗ്ദത്തങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോകാതിരിക്കാൻ ദൈവത്തിന്റെ സമയത്ത് നീ അതിനകത്ത് പ്രിപ്പയർ ആയതിനു ശേഷമേ ദൈവം നിന്നെ അത് ഏൽപ്പിക്കത്തുള്ളൂ. So that some of the promises will not fall off from your hand and be broken. The Lord gives it to you only in His time when you are fully prepared for it. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. Do you understand that? ചിലതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് വിഷമിക്കരുത്. ദൈവത്തിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തി തരും. Do not be dismayed that you are not receiving your promises when you are prayed, but in the Lord's time you're going to get it. ഒരു ഉദാഹരണം ബൈബിളിൽ നിന്നൂടെ പറയുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. When I give you one more example, you will understand that. എലിസബത്തും സക്കരിയാവും. Elizabeth and Zechariah. എന്റെ ബൈബിൾ പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ In the വായിക്കണ്ട പറഞ്ഞു In the book of Saint Luke, Hallelujah. Gospel, ആ തലമുറയിലെ നീതിമാന്മാരായിരുന്നു. they were righteous people in their generation. ഏലി പുരോഹിതനെയും മക്കളെയും കുറിച്ച് പറയുന്നു. About Eli and his children, it is written, ആ തലമുറയിൽ അവർ പാപം ചെയ്തു പട്ടുപോയി. in that generation they sinned and they perished. പക്ഷേ എലിസബത്തിനെയും സക്കരിയാവിനെയും കുറിച്ച് എന്റെ ബൈബിൾ പറയുന്നു. But my Bible says about Elizabeth and Zechariah, ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് അല്ല, ദൈവം തന്നെ ഡയറക്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ തലമുറയിലെ നീതിമാന്മാരായിരുന്നു. it was not a man's testimony, it was God Himself testified that they were righteous in their generation. അപ്പൊ എന്റെ ചോദ്യം, My question, ദൈവം എന്റെ പ്രാർത്ഥനാ റൂമിലെ ദൈവത്തോടുള്ള ചോദ്യം, my question in my prayer room, കർത്താവേ അങ്ങയുടെ തലമുറയിൽ അല്ലെങ്കിൽ ആ സീസണിലെ നീതിമാന്മാരായ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു പാസ്റ്ററും കുടുംബവുമായിരുന്നു. in that generation a righteous priest, in today's words a pastor and his family. കൂറിന്റെ നിയമപ്രകാരം എല്ലാ വർഷവും യാഗം കഴിക്കാൻ പോകുന്ന ദൈവമനുഷ്യൻ, According to the order, every year he goes into sacrifice. പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ദൈവമനുഷ്യൻ, He was serving as a priest. വിശുദ്ധിയിലും വിശ്വസ്തതയിലും അനുസരണത്തിലും ദൈവത്തോട് കൂടെ നടന്ന ദൈവമനുഷ്യൻ. He was walking together in holiness and obedience together with God. ഒരാളെ കുറിച്ചല്ല, കുടുംബത്തെ കുറിച്ച്. എലിസബത്തിനെ കുറിച്ചും അവളൊരു പ്രാർത്ഥനക്കാരിയാണ്. രണ്ടുപേരും അതുപോലെയായിരുന്നു. Elizabeth was also a woman of prayer, and both of them were together like that. എന്റെ ചോദ്യം, ദൈവമേ അവരാഗ്രഹിച്ച സമയത്ത്, അവർ ദൈവത്തോട് ചോദിച്ച സമയത്ത് നീ എന്താ ഒരു തലമുറയെ കൊടുക്കാഞ്ഞേ? Lord, why didn't you give them an offspring at the time when they asked for it? ഒരു വൃദ്ധനായപ്പോഴെങ്കിലും കൊടുക്കാമല്ലോ. You could have given at least when they're old. അന്നേരവും കൊടുത്തില്ല. You didn't give even then. വീണ്ടും അവന്റെ കണ്ണ് കാണാൻ വയ്യാത്ത പരുവത്തി വരെ എത്താറായി. He has reached to the point where he is almost blind. ഹല്ലേലൂയ. ഇവനൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ വർഷവും കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കാൻ വരും അമ്മമാര്. Every year mothers come there to dedicate children. ഓരോ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോഴും As every child was being dedicated, ഈ അപ്പന്റെ നെഞ്ചു പൊട്ടുകയാ. his heart is broken. ഈ കുഞ്ഞു വളർന്നു. The child is growing. അവന്റെ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചു. His child is also being dedicated. അവൻ വളർന്നു. He is grown. അവന്റെ കൊച്ചുമോനെ പ്രതിഷ്ഠിച്ചു. His grandchild is being ഒരു അപ്പന്റെ dedicated. ഹൃദയം ഒന്ന് നോക്കിക്കേ, എന്ത് പെയിൻ ആയിരിക്കുമെന്ന്. It might be quite painful for that father, എന്നിട്ടും ഈ മനുഷ്യന് തലമുറയില്ല. but he still doesn't have a child. അവസാനം ഉണ്ടാകത്തുന്നില്ല കണ്ടീഷൻ എത്തി. He has come to a condition where he will not have any more children. എന്ന് വെച്ചാൽ ദൂതൻ ഇറങ്ങി പറയുമ്പോഴും എലിസബത്ത് സക്കറിയ പറയാൻ സാധ്യതയില്ല. Even when the angel came and spoke to him, Zechariah says, no, it's not possible. അല്ലെ, അതുകൊണ്ടാ പറഞ്ഞത് നീ ഇനി മിണ്ടണ്ട, തലമുറ ഉണ്ടായിട്ട് സംസാരിച്ചാൽ മതി. That is why the angel told him, you don't speak again till you get your child. You are not going to speak. കാരണം വിശ്വസിക്കാൻ കഴിയാത്ത നിലവാരം വരെ സക്കറിയാവ് എത്തി. Because Zechariah has reached that point where he cannot believe anymore. അപ്പൊ എന്റെ ചോദ്യം, 30-35 വയസ്സിൽ കിട്ടിയിരുന്നെങ്കിൽ
If he had got his child at the age of 35, ഓട്ട് 50 വയസ്സിൽ കിട്ടിയിരുന്നെങ്കിലും even if he had got it at 50, ഹല്ലേലൂയ, ഈ വയസ്സ് ചെന്ന് അങ്ങ് വരെ എന്താ ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്തത്? why God you waited so long till he became so old? എന്റെ പ്രാർത്ഥനാ റൂമിൽ തന്ന ഒരു മറുപടി ഞാൻ This നിങ്ങൾക്ക് is പറയാം. an answer that the Lord gave me. നിങ്ങൾക്ക് എന്തെങ്കിലും ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ If anything is being delayed for you, അത് മഹത്വത്തിന് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുക. God has set it apart for glory. അത് മഹത്വത്തോടെ നിന്റെ കുടുംബത്തിൽ, നിന്റെ ലൈഫിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവം വെളിപ്പെടുത്തി തരും. God will reveal it in your family, on your children with his glory. അത് വീടറിയ, നാടറിയ, നാട്ടുകാരറിയ, ദൈവസഭ അറിയ, നിനക്ക് ദൈവം അത് വെളിപ്പെടുത്തി തരും. For everyone to be known about it, the Lord will reveal it for you open. ദൈവം നിനക്ക് എന്നെ ഓണർ ചെയ്യോ. The Lord will honor you before everyone. ഹല്ലേലൂയ. മഹത്വത്തോടെ എന്നോട് കർത്താവ് പറഞ്ഞു, ഒന്ന്, ഞാൻ ഇതൊരു മഹത്വത്തിന് വേണ്ടി മാറ്റി The വെച്ചിരിക്കുക. Lord told me that I set it apart for a glory. രണ്ട്, Secondly, ദൈവം എന്നോട് പറഞ്ഞു, yes, God said, അനാദികാലം മുതലേ മറഞ്ഞു കിടക്കുന്ന പിതാവിന്റെ സ്വപ്നമായിരുന്നു പുത്രന്റെ ജനനം. from time immemorial, it was a mysterious dream of the Father that was the Son's birth. എന്റെ പുത്രന്റെ 30 വയസ്സ് വരെയുള്ള രഹസ്യ ജീവിതത്തിന് ശേഷം, After the secret life of the Son for 30 years, 30ാമത്തെ വയസ്സില് at the age of 30, യോർദാനിലേക്ക് എന്റെ പുത്രൻ ഇറങ്ങി നിൽക്കുമ്പോ, when my son entered into river Jordan, അവനെ സ്നാനപ്പെടുത്താനുള്ള നിയോഗം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ തലമുറയിൽ, നിന്റെ തലമുറയുടെ മേളിലാ. the guidance given to in this generation to baptize my son is given to your offspring. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കാണാനുള്ള നിയോഗം ഞാൻ ഇട്ടിരിക്കുന്നത് നിന്റെ തലമുറയുടെ മേളിലാ. The privilege to see the third in Trinity, the Holy Spirit coming down, is given to your offspring. 3.5 വർഷത്തെ ദൈവ നിയോഗത്തിലേക്ക് പുത്രനെ കരം പിടിച്ച് നടത്തുവാൻ ഞാൻ കണ്ടിരിക്കുന്നത് നിന്റെ തലമുറയെയാ. It is your offspring whom I have seen to lead the Son of God into his ministry for 3.5 years. അതുകൊണ്ട് സെക്കരിയാവും എലിസബത്തും 365 ദിവസവും പ്രാർത്ഥിച്ചാലും, Even if Zechariah and Elizabeth have been praying for 365 days, 21-40 എത്ര ഇരുന്നാലും, or 21 or 40 or however number of days they fasted, എന്റെ പുത്രൻ വെളിപ്പെടുന്നതിന് 6 മാസം മുമ്പ് മാത്രമേ എലിസബത്ത് കൺസീവ് ആകത്തുള്ളൂ. only 6 months before my son is going to be revealed will Elizabeth be conceived. മനസ്സിലാകുന്നുണ്ടോ ദൂത് നിങ്ങൾക്ക്? Are you able to understand? എന്റെ പുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെടുന്നതിന് Just before my son is being revealed in this 6 earth, മാസം മുമ്പ് മാത്രമേ എലിസബത്ത് കൺസീവ് ആകത്തുള്ളൂ. only 6 months before that Elizabeth will conceive. ഒരു മഹത്വത്തിന് വേണ്ടി ഞാൻ നിന്റെ തലമുറയെ മാറ്റി വെച്ചിരിക്കുക. I have set apart your offspring for a glory. അതുകൊണ്ടാണ് എന്റെ ബൈബിൾ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ വലിയവൻ യോഹന്നാൻ. That is why my Bible says that no one greater among women that is born of women is John. ഹല്ലേലൂയ. ചിലത് ദൈവം മഹത്വത്തിന് വേണ്ടി മാറ്റിവെക്കോ. God will set apart certain things for his own glory. അവിടെ പിറുപിറുക്കരുതേ, Do not murmur there. അവിടെ പിറുപിറുക്കരുതേ, Do not murmur there. അവിടെ കുറ്റം പറയല്ലേ, Do not blame them. സഭയ്ക്കെതിരെ ബ്ലെയിം ചെയ്യല്ലേ. Do not blame the നീ church. പ്രോസസ്സിലാണ്, You are in a നീ process. വിശ്വസ്തയോടെ ഇരിക്ക്. You be faithful. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോ Coming back to the word that we സ്റ്റോറി read, നമുക്കറിയാം. we know സ്റ്റോറി നമുക്കറിയാം. we know the story. 276 പേരുമായി യാത്ര ചെയ്യുന്ന കപ്പൽ It was a ship with 276 people ആസ്യാക്കടലിന്റെ നടുവിൽ വെച്ച്, in the midst of the sea. ഹല്ലേലൂയ, ഇതിനകത്ത് ഹല്ലേലൂയ ഈശാനമൂലം കാറ്റടിക്കാൻ തുടങ്ങി. There was a wild storm that beat against it. വെള്ളം കയറാൻ തുടങ്ങി. The water entered the ship. ഹല്ലേലൂയ, ഇവർ മരണഭയത്തിലായി. They were in deadly fear. എന്റെ ബൈബിൾ പറയുന്നു 14 ദിവസമായി ഇവർ സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ടെന്ന്. For 14 days they have not seen the sun or the moon. 14 ദിവസമായി ഇവർ ആഹാരം കഴിച്ചിട്ട്. For 14 days they have not eaten anything. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. Can you pay attention? ഈ പൗലോസ് എന്ന ദൈവ മനുഷ്യൻ When this man's Paul, ഈടുറ്റ 14 ലേഖനങ്ങൾ സഭയ്ക്ക് നൽകിയ മനുഷ്യൻ, the one who gave 14 epistles to the church, കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കിടക്കുമ്പോഴും എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞ ദൈവ മനുഷ്യൻ, the one who said that be joyful even when he was in the prison, ലുസ്രയിൽ വെച്ച് അടിച്ച് തകർക്കപ്പെട്ട് ജനം മരിച്ചെന്ന് കരുതി ബൈബിൾ പോലും പറയുന്നു ഒരു നായയെ പോലെ വലിച്ചിഴച്ചു കൊണ്ടുപോയപ്പോ അടുത്ത പട്ടണത്തിൽ 10 മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ദൈവ മനുഷ്യൻ. even when he was beaten up so badly in Lystra and pulled out like a dog, within 10 minutes he rose up and he spoke in another city. കാരാഗ്രഹത്തിന്റെ തീവ്രവാദികളെ ഇടുന്നത് പോലുള്ള കൊടും കാരാഗ്രഹത്തിനകത്ത് ശീലാസനാലും പൗലോസിന്റെയും കൈകാലുകൾ ആമത്തിലിട്ട് വെച്ച്
ജീവിച്ചിരിക്കുമ്പോ അതിന്റെ നടുവിൽ കിടന്ന് ആരാധിച്ച് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി പുറത്തു വന്ന ദൈവമനുഷ്യൻ. Even when he was put like a terrorist inside the prison in chains, even there he worshipped the Lord, and the foundations of the prison shook there. ഒരിടത്തും പൗലോസ് ഭയപ്പെട്ടെന്നില്ല. Never it is written that Paul പക്ഷെ ഇവിടെ feared. 2 കൊരിന്ത്യർ പഠിക്കുമ്പോൾ പൗലോസ് പറയുക മരണഭയത്തിലായി. But when we read 2 Corinthians, Paul says that we were under fear of death. ഞാൻ മരിച്ചു പോകുമെന്ന് ഞങ്ങൾ കരുതി. We thought that we were going to die. പക്ഷെ അത് ചില സെക്കൻഡുകളെ നിന്നോളൂ കേട്ടോ. But it stood there only for a few seconds. അടുത്ത പദം പൗലോസ് തന്നെ പറയുന്നു, The very next verse, Paul says, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ കയറി അങ്ങ് പിടിച്ചു. we held on to the one who raises the dead. ഞങ്ങൾ മരിക്കുമെന്ന് കരുതി, We thought we were going to die. പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ കയറി അങ്ങ് പിടിച്ചു. We held on to the one who raises the dead from. നീ തകർന്നു പോകുമെന്ന് തോന്നുമ്പോ, When you think that you are going to perish, മുമ്പോട്ട് പോകാൻ വഴിയില്ലെന്ന് നിനക്ക് when തോന്നുമ്പോ, you see that there is no way to move forward, ഉയർത്തെഴുന്നേറ്റവനെ ഒന്നുകൂടെ കയറി മുറുകെ പിടിച്ചോ. you have to hold on to the one who is risen from the ചില dead. ദൈവപ്രവർത്തികൾ നിനക്ക് കാണാൻ കഴിയോ. You kind of see the work of the Lord. ചില അത്ഭുതങ്ങൾ നിനക്ക് കാണാൻ കഴിയോ. See certain miracles. ചില സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ നിനക്ക് കാണാൻ You can കഴിയോ. see certain supernatural work of ചില God. എക്സ്ട്രാ ഓർഡിനറി ആയത് നിന്റെ ലൈഫിൽ കാണാൻ You കഴിയോ. can see certain extraordinary in your life. ഹല്ലേലൂയ. Hallelujah. 275 പേരുടെ നടുവിൽ ഒരുത്തനേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നു. Among the 275, there is only one who prays. 276 അതിൽ 75 പ്രാർത്ഥിക്കത്തില്ല. 275 do not know how to pray. അങ്ങനെ ഒരു ദൂത് പറയാം. I want to give you one word. വീടിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ വീടിനെ മൊത്തം ദൈവം പ്രൊട്ടക്ട് ചെയ്യും. Even if one person is there inside your house who prays, your entire house will be protected by the Lord. ഒരാമേൻ കേട്ടില്ല. Amen. ഒരാമേൻ കേട്ടില്ല. Amen. ഒരു വ്യക്തിയെങ്കിലും പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ, Even if one person get up to pray, നിന്റെ കുടുംബത്തെ മാത്രമല്ല നിന്റെ ദേശത്തെ പോലും ദൈവം പ്രൊട്ടക്ട് ചെയ്യും. God will protect not only your family, your whole land will be ഒരു protected. ബാധയോ ഒരു അനർത്ഥമോ നിന്റെ കൂടാരത്തിലോ നിന്റെ ചുറ്റുപാടിലോ അടുക്കാതെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. No plague or danger will come to your tent or anywhere around you. അതിൽ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി He went to the lower deck. ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാ. He's praying. ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോ When he prayed, ഹല്ലേലൂയ ദൂതൻ ഇറങ്ങി വന്ന് പറയുന്ന ഹല്ലേലൂയ ദൂത നമ്മൾ വായിച്ചത്. the angel came down and spoke. That's Paul- what we read. പൗലോസ് വിളിച്ചു പറയുകയാ, Paul says, എന്റെ ഉടയവനും my master, ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ the God whom I serve, ദൈവത്തിന്റെ ദൂതൻ his angel, ഈ രാത്രി വന്ന് എന്നോട് ഒരു ദൂത് പറഞ്ഞു. this night he came and gave me a ആ word. ദൂത് ഇതാണ്, നീ റോമിൽ കൈസരുടെ മുമ്പിൽ നിൽക്കോ. This is the word that I will stand in Rome before Caesar. എന്നിട്ട് 275 പേരോട് പൗലോസ് ധൈര്യമായി പറയുക, 275 people, Paul is courageously saying this. ഇതുപോലൊരു അന്തരീക്ഷമല്ല ദൈവമക്കളെ. This is not the situation, my friends. ഇരുട്ട ഒന്നും കാണുന്നില്ല. It's all dark. They are not 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ടില്ല. They have not seen the sun or the moon for the last 14 days. ആഹാരം കഴിച്ചിട്ടില്ല. They have not eaten anything. കപ്പലിൽ വെള്ളം കേറിക്കൊണ്ടിരിക്കുന്നു. Water is entering into the ship. കപ്പിത്താന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. The captain has lost his control. കപ്പൽ എങ്ങോട്ടെന്നില്ലാതെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. It is being tossed up and down. ഇതിന്റെ നടുവിൽ പൗലോസ് കയറി നിന്നുകൊണ്ട് പറയുക, In the midst of that, Saint Paul stands up and says, കപ്പൽ ഏത് നിമിഷവും മുങ്ങാവുന്ന സാഹചര്യം, it is a situation anytime it will sink. അല്ലെങ്കിൽ ഏത് നിമിഷവും തകരാമെന്ന സാഹചര്യം. It will be broken any moment. ഇതിന്റെ നടുവിലോട്ട് പൗലോസ് കയറി എന്ന് പറയുക, And there Paul stands up and says, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. as the Lord has declared to me, it will happen. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. I believe in my God. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. I trust God. ഞാൻ ഈ സാഹചര്യത്തെ വിശ്വസിക്കുന്നില്ല. I do not trust this situation. ഞാൻ ഈശാനുമൂലനെ വിശ്വസിക്കുന്നില്ല. I do not trust this storm. ഈശാനുമൂലന് പറയാൻ ഒരു കഥയുണ്ട്. The storm might be having a story to tell. ഞാൻ അടിച്ചപ്പോഴൊക്കെ സകല കപ്പലുകളും തകർന്നിട്ടുണ്ട്. Whenever I had blown, every ship had crashed. ഞാൻ അടിച്ച കാറ്റ് സകല കപ്പലുകളും തകർത്തിട്ടുണ്ട്. My wind had sunk every single ship. ഹല്ലേലൂയ. പക്ഷെ പൗലോസ് പറയാ, But I want to tell you, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. according to it, but the promise given to me, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. it will happen. I believe it. ഇന്ന് രാത്രി ആത്മാവി നിങ്ങളോട് ഒരു ദൂത് പറയാം. I want to give you this word in the spirit. നിങ്ങളോട്, നിങ്ങളുടെ കുടുംബങ്ങളോട്, നിങ്ങളുടെ തലമുറയോട് If to you, to your family, to your children, ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ if the Lord has spoken something, അത് തന്നെ സംഭവിക്കത്തുള്ളൂ. it will be fulfilled. ഇവിടെയും പ്രോസസ്സ് മാത്രമേ പൗലോസിനോട് ദൈവം പറഞ്ഞുള്ളൂ. Only God told the അല്ല process. സോറി, പ്രോമിസ് മാത്രമേ പറഞ്ഞുള്ളൂ. Only the promise did God reveal to Paul. നീ റോമിൽ നിൽക്കും. You will stand in Rome. കപ്പൽ തകരും.
This ship will be broken. നീ ഒരു പലകയെ തട്ടി അക്കരെ എത്തും. You will hold on to one plank and go to the shore. മെലീത്തയിൽ നിന്റെ കയ്യിൽ ഒരു അണലി ചുറ്റും. In Melita, when you were there, adder will catch on to your hand. ആ ദ്വീപിൽ ഒരു റിവൈവൽ ഉണ്ടാകും. There will be a revival in that island. ഇതൊന്നും പറഞ്ഞില്ല. God did not tell any of these ഇതെല്ലാം things. പ്രോസസ്സിനകത്തുള്ളതാണ്. It's all part of the process. ഇതെല്ലാം പ്രോസസ്സിനകത്തുള്ളതാണ്. It's all part of the process. ആ പ്രോസസ്സിൽ പൗലോസ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് Because Paul was faithful in that promise. എന്റെ ബൈബിൾ പറയുന്നു, My Bible says 28-ാം അധ്യായം അവസാനിക്കുമ്പോ at the end of chapter 28, അതേ അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പൽ there was an Alexandria ship that came. അവന് വേണ്ടി ഒരുങ്ങി. It became എന്തൊക്കെ came prepared. നഷ്ടപ്പെട്ടോ Whatever he lost, അതെല്ലാം റിസ്റ്റോർ ചെയ്ത് everything that was lost was restored. 275 എണ്ണത്തിനെയും ദൈവം അവന് കൊടുത്ത് 275 people the Lord gave him. ഒരു സന്തോഷകരമായ തിരിച്ചുള്ള ജേർണി. Oh, he has a wonderful, happy journey. ഉൽപ്പത്തി 28-15 എടുക്കാൻ സമയമില്ല. We don't have time for Genesis 28:15. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്തുകയാ. I'm closing here. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. Every eye be closed. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. Pay attention, my dear children of God. ഹല്ലേലൂയ. നിങ്ങളോട് നിങ്ങളുടെ കുടുംബങ്ങളോട് For you or your family, ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞാൽ if God has given a promise, അതിന്റെ പിന്നിൽ ഒരു പ്രോസസ്സ് കാണും. there is a process behind ആ it. പ്രോസസ്സിനകത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. If you are faithful in that process, പലപ്പോഴും പ്രോസസ്സ് ദൈവം പറയത്തില്ല. God often do not reveal the process. ബൈബിളിൽ അപൂർവം ചില ഇടങ്ങളിൽ മാത്രമേ ദൈവം പ്രോസസ്സുകൾ Very പറഞ്ഞിട്ടുള്ളൂ. rarely God has revealed the process in the Bible. മോശയോട് ദൈവം പറഞ്ഞില്ല ചെങ്കടൽ മുമ്പിലുണ്ടെന്ന്. Oh, God did not tell Moses that there is a Red Sea in front of him. യോശുവയോട് പറഞ്ഞില്ല യോർദാൻ നിന്റെ മുമ്പിലുണ്ടെന്ന്. Joshua, God did not tell him that there is a യെരിഹോ Jordan in നിന്റെ front of him. മുമ്പിലുണ്ടെന്ന് പറഞ്ഞില്ല. He did not tell what is ahead of him. യോശുവയോട് പറഞ്ഞു, But to Joshua he ഞാൻ said, മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കണം. as I was with Moses, I'll be with you. എന്റെ സാന്നിധ്യം മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ As ഇരിക്കണം. his presence was with Moses, I'll be with you. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ ഞാൻ നിന്നെ വലിയവനാക്കും. Before the people of Israel, make you great. ഒരു പദം കൂടെ ദൈവം അവനോട് പറഞ്ഞു, One more thing God told him. നിന്റെ മുമ്പിൽ ഒരു വ്യക്തിയാകട്ടെ ശക്തിയാകട്ടെ നിൽക്കത്തില്ല. No man or no power will stand in front of you. ഹല്ലേലൂയ. Man. ഹല്ലേലൂയ. Hallelujah. യോശുവേ ഒത്തിരി പ്രോസസ്സുകളുണ്ട്. There are many processes before Joshua. മോശെ ഒത്തിരി പ്രോസസ്സുകളുണ്ട്. Oh, there are many processes before Moses. ഡമസ്കോസിന്റെ പടിവാതിക്കൽ വിളിക്കുമ്പം പൗലോസ് അറിഞ്ഞില്ല ഒത്തിരി കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി At വരുമെന്നാണ്. the doorsteps of Damascus, when Paul was called, he did not know he has to be in many prisons. ഒറ്റ ദൂതേ അനന്യാസിനോട് പറഞ്ഞോളൂ, Only one message was given to Ananias. യവനെ ഞാൻ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെക്കാൻ പോകുകയാണ്. I'm going to send him to the Gentiles, to the nations. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ഹല്ലേലൂയ ചില ദൂതുകൾ നിങ്ങൾ കേൾക്കുമ്പോ Tonight, when you hear certain words, അവിടെ സഭയെ കുറ്റം പറഞ്ഞിട്ടോ കൂട്ടുവിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ടോ പിറുപിറുത്തിട്ടോ സഭ മാറിയിട്ടോ ഒരു കാര്യവുമില്ല. do not murmur, do not blame your fellow believers, do not change your church. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ആയിരിക്കുക. Be faithful where you are. നിങ്ങളുടെ പ്രോസസ്സിനകത്ത് ഒന്നുകൂടി ദൈവത്തോട് അടുക്കുക. Come more closer in your process നിങ്ങളുടെ to God. പ്രോസസ്സിനകത്ത് ഒന്നുകൂടി ആഴമേറിയ ബന്ധത്തിലേക്ക് വരിക ദൈവവുമായിട്ട്. A deeper relationship with God. ഒരു പക്ഷേ നിരന്തരമായ ക്രൈസിസ് ആണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഉച്ചവരെയെങ്കിലും ഉപവസിക്കുക. If you are going through a crisis after crisis, every Friday fast at least till noon. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫുള്ള ദിവസം എന്നാന്ന് വെച്ചാൽ അത് തെരഞ്ഞെടുത്ത് ഒരു ഉച്ചവരെ ഉപവസിക്കുക. You fast till noon on your off days. അവിടെ പ്രോസസ്സിന്റെ സമയത്ത് ദൈവത്തോട് ഒന്നുകൂടെ അടുക്കുക. You come more closer to God. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ദൈവം നിങ്ങളെ എത്തിക്കും. God will take you to your destiny. നിങ്ങളോട് നിങ്ങളുടെ കുടുംബങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ നിങ്ങൾ The കാണും. promises that has been given to you and your family, you're going to see it ഇന്ന് fulfilled. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയട്ടെ. Let every eye be closed. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങളൊന്ന് ഓർത്തേ, ആത്മാവിലൊന്ന് കണ്ടേ. Remember of the promises that God has ഈ given. ദിവസങ്ങളിൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യങ്ങളെ നിങ്ങളൊന്ന് ആത്മാവിൽ കണ്ടേ. Can you see in the spirit what has to be fulfilled these days? എന്നിട്ട് നിങ്ങളുടെ വിശ്വാസം വെച്ച് അതൊന്ന് തുറന്നേ. Oh, use your faith to open it. ഇതിൽ എത്ര പേര് വിശ്വസിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഫെയ്ത്ത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, I do not know how many of you believe, but I want to tell you one thing. നിനക്കൊരു കുഞ്ഞാണ് ആവശ്യമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി വിശ്വാസത്താൽ ഒരു ഉടുപ്പ് വാങ്ങിച്ചു വെക്ക്. If you are looking for a child, then you buy a cloth in faith for that child. പക്ഷേ ബൈബിളിൽ ഇതിന് വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. If you say, is there a word for this in the പക്ഷേ Bible? നമ്മുടെ ഫെയ്ത്ത് ആണ്. But it is our faith. അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കീ ചെയിൻ വിശ്വാസത്താൽ വാങ്ങിച്ചു വെക്ക്. ഇതെന്റെ പുതിയ വീടിനിടാനുള്ള കീ ചെയിൻ ആണെന്ന് പറഞ്ഞ്. If you desirous of buying a new house, you buy a keychain and say, this is what I'll put for my keychain. നീ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊന്ന് ആത്മാവിൽ കണ്ട് പ്രാർത്ഥനാ
റൂമിൽ അതിനെ ഒന്ന് നിന്റെ പ്രാർത്ഥനാ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് പറ, കർത്താവേ ഞാൻ അതിനകത്ത് ജോലി ചെയ്യുന്നു, ഞാൻ അതിനകത്ത് കയറി നിൽക്കുന്നു, ഞാൻ അതിനകത്ത് ഡ്യൂട്ടിക്ക് പോകുന്നത് ആത്മാവിൽ കാണുന്നു എന്ന് പറ. You must see in your spirit. If you want desirous of a job, you must see that yourself in that job in the prayer room in spirit and pray unto the Lord that Lord I am able to see this. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ അത് ഭാവന കാണണം, ആ ക്യാമ്പസിൽ നിൽക്കുന്നത് നീ കാണണം, അവിടെ നീ ആ ക്ലാസ്സിനകത്ത് ഇരിക്കുന്നത് നീ ആത്മാവിൽ കാണണം. നീ വിശ്വാസത്താൽ ആത്മ കണ്ണുകൊണ്ട് കണ്ടതിനകത്തേക്ക് ദൈവം നിന്നെ കയറ്റി നിർത്തും. If you are desirous of studying in a university, you must see yourself there in faith, and what you see in faith, the Lord will make you stand there. അതല്ല, നീ ഒരു ശുശ്രൂഷ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ If you are desirous of a ministry, നീ ആത്മാവിൽ കാണണം കോട്ടേജ് മീറ്റിംഗിൽ പ്രസംഗിക്കുന്നത്. you must see in your spirit that you are preaching in the cottage meeting. അല്ലെങ്കിൽ ചെറിയ ചെറിയ സെൽ മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുന്നത് നീ ആത്മാവിൽ കാണണം. You must see that you are preaching in the cell meetings. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീ ആത്മാവിൽ കാണണം. You must see in spirit that you are praying for many people. നീ കണ്ടതൊന്നും വെറുതെ ആകത്തില്ല. ഒരുപക്ഷെ 2, 3, 5 വർഷം കഴിയുമ്പോൾ നീ ആത്മാവിൽ കണ്ടതിനകത്ത്, ആത്മ കണ്ണുകൊണ്ട് കണ്ടതിനകത്ത് അക്ഷരീകമായി ദൈവം നിന്നെ കൊണ്ട് നിർത്തും. What you have dreamt of, what you have seen, the spirit will not go in vain. The Lord will surely lead you there. ഈ വർഷത്തെ തീം അനുഗ്രഹമാണല്ലോ. You are blessed. You are going to be a blessing is the theme. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്കടാ. To Abraham, God said, you rise your head and look. അതൊരു പ്രൊഫറ്റിക്കലാ. That was prophetic. നീ തല ഉയർത്തി നോക്ക്. You raise your head and നീ look up. നീ നോക്കുന്നതെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരും. Whatever you see, I'm going to give it to you as an inheritance. അബ്രഹാമേ, നീ കാല് ചവിട്ട, നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്നതെല്ലാം ഞാൻ നിനക്ക് അവകാശമായി തരും. Abraham, wherever you step your foot, everything I'm going to give you as an inheritance. അവൻ ഉള്ളംകാൽ ചവിട്ടിയതെല്ലാം അവൻ അവകാശമായി ദൈവം കൊടുത്തു. You stepped his foot, all God gave him as an അവിടെ inheritance. തന്നെ ഇരുന്നെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. He had sat there, nothing would have happened. എഴുന്നേക്കണം, You need to get up. എഴുന്നേക്കണം. You need to get up. വിശ്വാസ കണ്ണാൽ കാണണം. With your believing eyes, you must see. നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നതിനപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരു നിത്യതയുണ്ട്. There is an eternity prepared beyond this earth. ഇത് ഹല്ലേലൂയ, ആ നിത്യതയ്ക്ക് വേണ്ടിയാണ് നമ്മളെ ദൈവം God ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. is preparing us for that eternity. ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കും. Oh, when you are in this earth, whatever you need, God will prepare you. അതിനപ്പുറത്തൊരു നിത്യത നമുക്ക് വേണ്ടിയുണ്ട്. Beyond this, there is an eternity. എല്ലാ കണ്ണുകളും അടയട്ടെ. Let every eye be closed. ഹല്ലേലൂയ. ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ ഒരു പ്രോസസ് ഉണ്ട്. If there is a promise, there is a process. പ്രോസസ് ദൈവം പറയത്തില്ല. The Lord will not reveal that process. നീ ആ പ്രോസസ്സിനകത്ത് വിശ്വസ്തനായിട്ടിരുന്നാൽ If you are faithful in that process, തക്ക സമയത്ത് ദൈവം നിന്നെ പ്രോമിസ് in ലാൻഡിലേക്ക് the right time, the Lord will take you to the promised land. കർത്താവേ, ജനത്തെ ദൈവകരങ്ങളിലോട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. Lord, we give these people into your hands. കർത്താവേ, ഹല്ലേലൂയ, ഇവർ കേട്ട ഓരോ ദൂതുകളും നിവർത്തിച്ച് കാണട്ടെ. Lord, let every single promise they have heard be fulfilled. കർത്താവേ, ഇത് കൂടെ കൂടെ കേൾക്കാനുള്ളതല്ലോ. Lord, this is not just for hearing again and again. ഇതവർ കൈകൊണ്ട് തൊടട്ടെ. Lord, let them touch it. ഇവർ കാല് ചവിട്ടി നിൽക്കട്ടെ. Lord, let them step on it. ഇവരുടെ കൈകൊണ്ട് അതിനെ വാരി പുണരട്ടെ. Lord, let them carry it with their hands. ദൈവപ്രവർത്തികൾ അവർ കാണട്ടെ. Lord, let them see the mighty work of God. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരട്ടെ. Lord, let them become healthier in their faith. പ്രാർത്ഥനയിൽ അവർ ഉറ്റിരിക്കട്ടെ. Lord, let them be fervent in prayer. ദൈവമഹത്വം വെളിപ്പെടട്ടെ. Lord, let glory of God be revealed. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name we pray. ആമേൻ. കരമടിച്ചൊന്ന് ദൈവത്തെ Clap hands and praise the Lord. Hallelujah. ഇന്ന് രാത്രി വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആലോചന കർത്താവിന്റെ ദാസനോട് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. The Holy Spirit was speaking through the servant of God tonight. നമ്മുടെ തലകളെ വണക്കി ദൈവസത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. Let us bow our heads again and pray. കർത്താവ് ഇന്ന് രാത്രികാലം നമ്മോട് പറഞ്ഞതുപോലെ തന്നെ നമ്മോട് ദൈവം പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ സമയത്ത് അവൻ നിറവേറ്റി തരുന്ന ദൈവമാണ്. As God said today, that he is a faithful God who is going to fulfill every promise that he has given us in his time. പക്ഷേ ചില പ്രോസസ്സിലൂടെ ദൈവം നമ്മെ നടത്തുമ്പോൾ വാഗ്ദത്തം നിവൃത്തി കാണാതിരിക്കുമ്പോൾ പ്രയാസം നമുക്ക് തോന്നിയെന്ന് വന്നേക്കാം. While we are being led through the promise, while the promise is being delayed, we may feel sad. നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ അത് ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. If our God has given us a promise, he is faithful to fulfill it. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. Let us submit ourselves before the word that we heard.